സ്നേഹവന്ദനം. അമരപുരം PRDS UP സ്കൂളിൽ വെങ്ങളത്തുകുന്ന് മുറിഞ്ഞകല്ലിൽ കുടുംബ അംഗങ്ങളുടെ വകയായി യശശരീരനായ ജനാർദ്ദനൻ രാജൻ്റെ പേരിൽ ഒരു കിഡ്സ് പാർക്ക് നിർമ്മിച്ചു നൽകി. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് സഭയുടെ ബഹുമാന്യനായ പ്രസിഡൻറ്റും സ്കൂളിൻ്റെ മാനേജറുമായ ശ്രീ വൈ സദാശിവൻ സാറാണ്. ചടങ്ങിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ മോട്ടി മുല്ലശ്ശേരി പങ്കെടുത്തു. സഭയുടെ ഗുരുകുല ശ്രേഷ്ഠൻ, ജനറൽ സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, സ്കൂൾ ലോക്കൽ മാനേജർ, PTA അംഗങ്ങൾ, മുറിഞ്ഞകല്ലിൽ കുടുംബാംഗങ്ങൾ തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുത്ത വർണ്ണാഭമായ ചടങ്ങിലേക്ക് എങ്ങനെയുണ്ട്? സ്നേഹവും ബഹുമാനമുള്ള പ്രതീക്ഷ രക്ഷാ ദേവസഭയുടെ പ്രസിഡന്റും ഈ സ്കൂളിൻ്റെ മാനേജറുമായ ആദരണീയനായ സഭയുടെ പ്രസിഡന്റ് വൈ സദാശിവൻ സാർ, നിയോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന PTA ബഹുമാന്യനായ പ്രസിഡന്റ് സന്തോഷ് മംഗൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ മോട്ടി മുല്ലശ്ശേരി അവർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സഭയുടെ ആദരണീയരായ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ KD കുമാർ സാർ, അനീഷ് DK സാർ, മുറിഞ്ഞകല്ലിൽ കുടുംബാംഗവും റിട്ടയർഡ് പ്രൊഫസറുമായ കോളേജ് വിദ്യാഭ്യാസം റിട്ടയർഡ് പ്രൊഫസറുമായ ശ്രീ പ്രൊഫസർ K രാജൻ അവർ, സഭയുടെ ബഹുമാന്യനായ ജോയിന്റ് സെക്രട്ടറി ശ്രീ K ജ്ഞാനസുന്ദർ അവർ, വാർഡിന്റെ മെമ്പർമാരായ സോമലത ബെനു താഴാമ്പുവാലിൽ, ലോക്കൽ മാനേജറായ ശ്രീ K ദേവകുമാർ, വെങ്ങളത്തുകുന്ന് ശാഖാ സെക്രട്ടറി ശ്രീ രാമാനന്ദ് അവർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വെങ്ങളത്തുകുന്ന് കുടുംബ അംഗങ്ങൾ, സഭയുടെ ഗുരുകുല സമിതിയുടെ ഉന്നത ശ്രേഷ്ഠനായ ഭാസ്കരൻ അപ്പച്ചൻ അവർ, വേദിയിലും സദസ്സിലും സന്നിഹിതനായിരിക്കുന്ന മുറിഞ്ഞകല്ലിൽ കുടുംബാംഗങ്ങൾ, പൂർവ അധ്യാപകര്, ബഹുമാനപ്പെട്ട സെക്രട്ടറിമാര്, സഭാജനങ്ങള്, രക്ഷിതാക്കള്, വിരമിച്ച അധ്യാപകര്, സ്കൂളിലെ അധ്യാപകര്, PTA അംഗങ്ങൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ പാർട്ടിയുടെ പ്രവർത്തകർ, എല്ലാവർക്കും സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് നമ്മൾ തീരുമാനിച്ചതിലും അല്പം മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്വാഗത പ്രസംഗം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങിൽ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കടമ.
ഇന്നേ ദിവസം നമ്മുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള കുട്ടികളുടെ ഒരു പാർക്ക് നിർമ്മിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ടി മുറിഞ്ഞകലിൽ മുറിഞ്ഞകലിൽ ഭവനത്തിലെ സഹോദരങ്ങൾ അതിനുവേണ്ടി ഫണ്ട് മുടക്കുകയും മനോഹരമായ ഒരു പാർക്ക് നിർവഹിക്കുകയും അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സ്കൂളിലെ പുതിയതായി നിർമ്മിച്ച ഓഫീസ് ലാബിന്റെ സമർപ്പണവും നടന്നു. ഈ ലാബിന്റെ സമർപ്പണം ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട്. ഇതില് വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് എന്റെ കടമ. ഒപ്പം തന്നെ മുറിഞ്ഞകലിൽ കുടുംബത്തിലെ ഇളയ സഹോദരിയുടെ ഒരു സന്ദേശം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെന്ന് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് വായിക്കുകയാണ്. സ്നേഹബന്ധനം. ഞാൻ ഉഷാണ്. വെങ്ങടത്തുനിന്ന് മുറിഞ്ഞകലിൽ ഭവനത്തിലെ ഏറ്റവും ഇളയ അംഗമാണ്. ഈ കുറിപ്പ് ഇവിടെ സമർപ്പിക്കുന്നത് മറ്റു സഹോദരിമാരുടെ കൂടി പ്രതിനിധിയായിട്ടാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുന്നതിനോടൊപ്പം ഇതിനുള്ള നന്ദി പ്രകാശനം കൂടിയാണ്. മുറിഞ്ഞകലിൽ ജനാർദ്ദനൻ രാജൻ ഞങ്ങളുടെ 4 സഹോദരന്മാരിൽ 3ാമത്തെ ആളാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ മറ്റു സഹോദരനിൽ നിന്നും വ്യത്യസ്തനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബസഹിതം അമേരിക്കയിൽ എത്തിക്കുകയും ഞങ്ങളുടെ കരുതിയ പോലെ തന്നെ ഞങ്ങളുടെ മക്കളെ കരുതുകയും സ്നേഹിക്കുകയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിത്തരികയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഇതിനെല്ലാം ഉപരിയായി വളരെ ഹരിതപ്രിയനായിരുന്നു രാജനച്ചായൻ. കുട്ടികളുടെ തമാശകൾ പറഞ്ഞ് രസിപ്പിക്കുന്നതിനും തൽപരനായിരുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന രാജനച്ചായന്റെ പേരിൽ തന്നെ കുട്ടികൾക്കായി ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിച്ചു തരുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു ദൈവിക നിശ്ചയമായി ഞങ്ങൾ കരുതുകയാണ്. സഭാതന്ത്രമായോ മറ്റംഗങ്ങളുമായോ വലിയ പരിചയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. വളരെ യാദൃശ്യമായിട്ടാണ് ദിവാകരൻ സാറിനെ പരിചയപ്പെടുന്നത്. ഈ അവസരത്തിൽ ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തിനോട് പറഞ്ഞു. സാറാണ് ഞങ്ങളെ ഈ സ്കൂളിലേക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ സാർ നൽകിയ സഹായം ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. കുട്ടികൾക്കായ ഒരു പാർക്ക് എന്ന ആഗ്രഹം ഞങ്ങളുടെ മുൻപിൽ വയ്ക്കുകയും അതിനായി മാനേജ്മെന്റുമായും ചർച്ച ചെയ്ത് ശരിയായ സ്ഥലം കണ്ടെത്തി വളരെ ആത്മാർത്ഥതയോടെ തുടക്കം മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ച കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്ന ഹെഡ് മാസ്റ്റർ ജയകുമാർ സാറിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ബഹുമാനത്തോടെ വിലയിരുത്തുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും പറയുന്ന നിർദ്ദേശങ്ങൾ അതിനേക്കാൾ ഭംഗിയോടെ ആത്മാർത്ഥയോടെ ചെയ്യുന്നതിൽ സാർ ശ്രദ്ധിച്ചിരുന്നു. സാറിന്റെ മുഖത്ത് എപ്പോഴും കാണുന്ന ചിരി കുട്ടികളോടുള്ള സ്നേഹം തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൂടെ സഹായികളായി പ്രവർത്തിച്ച മറ്റ് 2 ടീച്ചേഴ്സ് സുനിൽ സാർ, വിജയകുമാർ സാർ, ഒപ്പം വന്ന അരുൺ, ഇന്ന് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം മറ്റ് അധ്യാപകരോടുള്ള നന്ദി അറിയിക്കുന്നു. മാനേജ്മെന്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. കുട്ടികൾക്കായി മനോഹരമായ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചു തന്ന അതുല്യ കലാകാരനായ മാന്യ വ്യക്തി രാജു പൗർണമിക്ക് ഞങ്ങളുടെ ആദരവ് അറിയിക്കുന്നു. വിവിധ ജോലികൾ ചെയ്തു തന്ന പാർക്കിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് വിവിധ ജോലികൾ ചെയ്തു തന്ന എല്ലാവരോടുള്ള ആദരവ് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളെ സഹായിച്ച രഞ്ജിത്ത് പുത്തഞ്ചിറയോടുള്ള സ്നേഹം അറിയിക്കുന്നു. അനുബന്ധമായി ഇനിയും കുറെ പണികൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ചുറ്റുമുള്ള വർക്കുകൾ ഇനിയും ചെയ്യാൻ തീർക്കേണ്ടതുണ്ട്. മെയിൻ്റനൻസ് വർക്കുകൾ യഥാസമയങ്ങളിൽ ഞങ്ങളെ അറിയിക്കണം. അതൊക്കെ കൃത്യമായി ഞങ്ങൾ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. കുട്ടികൾക്ക് യാതൊരുവിധ അപകടവും കൂടാതെ പാർക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അധ്യാപകർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് പറയാറുണ്ട്, ഞങ്ങളുടെ അനുജൻ കൂടിയായ KP തങ്കപ്പൻ സാർ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എല്ലാവരെയും സ്നേഹിച്ച് കൂടെ നിർത്താൻ കഴിവുള്ളവരായിരിക്കണം നമ്മളെ നയിക്കുന്നവർ. കൂടാതെ ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഓരോ പ്രവൃത്തിയും വ്യക്തികളുടെ മുമ്പിലല്ല, മറിച്ച് ദൈവം മുമ്പാകെയാണ്, ദൈവസന്നിധിയിലാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയും വേണം. അതുകൊണ്ട് ഞങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറില്ല. ഇനിയും സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ചെറുതും വലുതുമായ പല കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് യഥാസമയങ്ങളിൽ സഭശക്തൻ ഇടപെടുത്തി നടത്തുമെന്ന് പൂർണ്ണമായ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഈ ചെറിയ സംരംഭം ഉണ്ടാകാൻ കാരണക്കാരായ എല്ലാവർക്കും, അതിലേറെ ഇതിന്റെ സന്തോഷങ്ങൾ ആസ്വദിക്കേണ്ട കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി ഈ സഭാമധ്യേ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹവന്ദനം. വെങ്ങളത്തുകുന്ന് മുറിഞ്ഞകലിൽ കുടുംബാംഗങ്ങൾ. എന്റെ
ചുമതലയിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പാർക്കിന്റെ ഒരു പ്രാർത്ഥനാ സമർപ്പണമായിട്ടാണ് എൻ്റെ ഉദ്ഘാടനം നടത്തിയത്. നിർവഹിച്ച നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ സഭാ പ്രസിഡന്റ് വൈ സദാശിവൻ സാറിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നതാണ്. നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ പിടിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കൈതമുറ്റം അവരുകളാണ്. സന്തോഷ് സാറിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥി നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റ് മോട്ടി മുല്ലശ്ശേരി അവരുകളാണ്. അദ്ദേഹം പ്രസിഡന്റായ നാൾ മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രവേശനോത്സവ പരിപാടികളൊക്കെ അദ്ദേഹം വന്ന് പങ്കുചേർന്നിരുന്നു. നമുക്ക് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പഞ്ചായത്തിന്റെ PEC ഒക്കെ നടക്കുന്ന സമയത്ത് സൃഷ്ടിപരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ കാര്യമാണ്, അതിന് യാതൊരു കുറവും ഇല്ലാതെ എല്ലാം ഭംഗിയായി നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മോട്ടി മുല്ലശ്ശേരി അവർ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇതിനു മുമ്പ് അദ്ദേഹത്തിനോട് സഹകരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. നമുക്ക് സ്കൂളിന്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പഞ്ചായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ മോട്ടി മുല്ലശ്ശേരി അവരുടെ വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ വിശിഷ്ട സാന്നിധ്യമായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ജനറൽ സെക്രട്ടറിമാരാണ്. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ നിർവഹിക്കുന്ന, അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറിമാരാണ്. ശ്രീ KD സുനിൽകുമാർ സാറിനെയും ശ്രീ അനീഷ് TK സാറിനെയും വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം. മുറിഞ്ഞകല്ലി കുടുംബത്തിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ ദീർഘകാലത്തെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപന സേവനത്തിന് ശേഷം വിരമിച്ച പ്രൊഫസർ K രാജൻ അവരുകളാണ്. അദ്ദേഹം കുടുംബവും വളരെ നേരത്തെ തന്നെ കൃത്യസമയത്ത് തന്നെ ഈ യോഗത്തിലേക്ക് ഇവിടേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തെ വളരെ ആദരവോടെ രാജൻ സാറിനെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ യോഗത്തിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ താഴാമ്പു മെമ്പർ ഇവിടെ വന്നിരുന്നു, എത്തിച്ചേരുമെന്ന് പരിപാടിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഔദ്യോഗികമായിട്ട് താഴാമ്പു മെമ്പറിനെയും സോമലത മെമ്പറിനെയും വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ ലോക്കൽ മാനേജർ ശ്രീ ദേവകുമാർ സാറാണ്. നമ്മുടെ എല്ലാ ദിവസവും സാറിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇടപെടുന്ന ദേവകുമാർ സാറിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെത്തുന്ന ശാഖയുടെ സെക്രട്ടറി ശ്രീ രാമാനന്ദ് അവർ, അദ്ദേഹവും നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഇടപെടുന്ന, നമുക്ക് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ വളരെ താല്പര്യത്തോടുകൂടി ഇടപെടുന്ന വ്യക്തിത്വമാണ്. രാമാനന്ദ് സാറിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി പറയുന്ന സ്റ്റാഫ് സെക്രട്ടറി വിജയകുമാർ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പൂർവ്വകാല അധ്യാപകർ, ഹെഡ്മിസ്ട്രസ് ഒക്കെ ഇവിടെ ടീച്ചറുണ്ട്, ടീച്ചറുണ്ട്, രാധാകൃഷ്ണൻ ടീച്ചറുണ്ട്, ജി ടീച്ചറുണ്ട്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സ്പെഷ്യലായിട്ടുള്ളത് നമ്മുടെ മുറിഞ്ഞകല്ലി കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ ചേച്ചി ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെല്ലാവരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞങ്ങളുടെ സ്നേഹം പങ്കിടുവാൻ എത്തിച്ചേർന്ന മുറിഞ്ഞകല്ലിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്കൂളിന്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുകയാണ്. നമ്മുടെ ശാഖാ സെക്രട്ടറിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഉപദേഷ്ടാക്കന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളൊക്കെ ആചാര്യ കലാക്ഷേത്രത്തിന്റെ ഖജാൻജി ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻകാല PTയുടെ പ്രവർത്തകർ വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്, സുരേഷ് സാർ വന്നിട്ടുണ്ട്. എല്ലാവരെയും, നമ്മുടെ പ്രസന്നൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട്, കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കാര്യം ക്ഷമിക്കണം. നമ്മുടെ സഭയുടെ ആദരണീയനായ ഗുരുകുല സ്റ്റേഷൻ അച്ഛനെയും സഭയുടെ ആദരണീയനായ ജോയിന്റ് സെക്രട്ടറി ജാനുമാർ അച്ഛനെയും വളരെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരുടെയെങ്കിലും മീഡിയ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന ക്രിസ്ത്യൻ TVയുടെ പ്രവർത്തകര്, ചാനൽ പ്രവർത്തകര് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കാരം.
ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ ശ്രീ മോദി മുഖ്യ പ്രഭാഷണം നടത്തുന്നതായ ജനറൽ സെക്രട്ടറി ശ്രീ കെ ഡി ശ്രീകുമാർ അവരുടെ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ സി അവരുടെ സന്ദേശം നൽകുന്നതായ മുരളിവേൽ കുടുംബാംഗം ഡോക്ടർ പ്രൊഫസർ ശ്രീ കെ രാജൻ അവരുടെ ആശംസകൾ അർപ്പിക്കുന്നതായ സെക്രട്ടറി ശ്രീ കെ നാരായണൻ വാർഡ് മെമ്പർ സ്വർഗരാജൻ വാർഡ് മെമ്പർ താഴെക്കുള ഡോക്ടർ മാനേജർ കെ ദേവകുമാർ വെങ്കിടപ്പൂർ ശാഖാ സെക്രട്ടറി രാമാനന്ദൻ സ്വാഗതം ആശംസിച്ചതായ ശ്രീ കെ ജയകുമാർ രേഖപ്പെടുത്തുന്ന സ്റ്റാഫ് സെക്രട്ടറി ശ്രീ കെ കെ ജയകുമാർ വിശിഷ്യാണ് സഭയുടെ നിർദ്ദേശം വാക്യമെത്താൻ അമരപുരം ശാഖയുടെയും വീരപർവ ശാഖയുടെയും സെക്രട്ടറിമാരെ പുതിയ സംഘന്മാരെ കമ്മിറ്റി ഭാരവാഹികളെ മുറിഞ്ഞവരിലേക്ക് കൊണ്ടുവന്നത് സൂചിപ്പിച്ച് അധ്യാപകന്മാരെ അധ്യാപികമാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആചാര്യകളെ ക്ഷേത്രത്തിന്റെ പ്രതിനിധി സ്നേഹവും ബഹുമാനമുള്ള അധ്യാപകരെ വാത്സല്യങ്ങളായ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് സഭയുടെ നമുക്കുള്ള സ്നേഹമാണ് പ്രത്യക്ഷ ദൈവസഭയുടെ സ്ഥാപനം പുതിയ ശ്രീകുമാരി ഗുരുദേവൻ 1912 സ്ഥാപിച്ചതായ വ്യാഴി ജഡ്ജി സ്കൂൾ 100 വർഷങ്ങൾക്ക് ശേഷമാണ് യു പി സ്കൂളായി ഉയർന്നത്. ചങ്ങനാശ്ശേരി സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളെന്നുള്ള ബഹുമതി പല വർഷങ്ങളായി നേടി ഈ സ്കൂള് ഈ 26-27 അധ്യയന വർഷത്തിൽ പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിച്ച് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ സ്കൂളിന് കൂടുതൽ മികവ് ഉണ്ടാകത്തക്ക രീതിയിലാണ് മുറിഞ്ഞവരിൽ കുടുംബം കുട്ടികൾക്ക് വേണ്ടിയുള്ളതായ ഒരു പാർക്ക് നിർമ്മിച്ച് നൽകുകയാണ്. മുറിഞ്ഞവരിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ശരീരകാലഘട്ടത്തിൽ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ പ്രഥമ ശിഷ്യനായിരുന്നു ഓമൽ എന്ന് പറയുന്ന പ്രവചനമാണ്. അദ്ദേഹത്തെ ഗുരുദേവൻ അനുഗ്രഹിച്ചതാണ് ഒരു കാലഘട്ടം. സഭാപരമായ ഒരു സംഘടന ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അത് എല്ലാ മതസ്ഥാപകന്മാർക്കും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏത് അവതാരങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവതാരത്തിന്റെ ശരീര കാലഘട്ടത്തിൽ പല എതിർപ്പുകൾ, ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഓരോ അവതാരം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ ഗുരുദേവന്റെ ശരീര കാലഘട്ടത്തിലും ഒരു എതിർപ്പ് ഉണ്ടായ സന്ദർഭത്തിൽ ഈ ഓമൽ എന്ന് പറയുന്നത് പിതാവ് ഗുരുദേവനെ എടുത്തുകൊണ്ട് തോളിലെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുത്തിയത്. നിശ്ചിത സ്ഥലത്ത് ചെന്ന്
ഗുരുദേവനെ താഴെ ഇറക്കി പരിശോധിക്കുമ്പോൾ ആ ഓടിയ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലില് ഒരു കുറ്റി, ഒരു മരത്തിന്റെ കുറ്റി കൊണ്ടായി. ഇരിപ്പോൾ എന്ന് പറയപ്പെടുന്ന മരത്തിന്റെ കുറ്റി കൊണ്ട് പാദത്തിന്റെ മുകൾ വശത്ത് വന്നോന്നാണ് കുറ്റി. പക്ഷെ എന്റെ കാലിൽ കുറ്റി കൊണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഗുരുദേവൻ തന്നെ ആ കുറ്റി വലിച്ചൂരിയെടുത്ത് തന്റെ കൈകൊണ്ട് തലോടിയപ്പോൾ തന്നെ ആ മുറിവ് അപ്രത്യക്ഷമായി. അന്നോളോ അനുഗ്രഹിച്ചതാണ് എന്റെ കുടുംബം, എന്റെ സന്തതി. ഞാനവരെ ഉയർത്തുന്നു. ആ ഉയർച്ചയാണ് കുഞ്ഞുങ്ങളിൽ കുടുംബത്തിന് പിൽക്കാലത്ത് വിദ്യാഭ്യാസപരമായും ഉദ്യോഗപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും ഒക്കെ ഉണ്ടായി. അതൊട്ടും തന്നെ വിസ്മരിക്കാതെ അതിന് നന്ദിയായിട്ടാണ് ആ കുടുംബം ഇന്നും സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ ഏത് പ്രവർത്തനങ്ങൾ എപ്പോൾ ഉണ്ടായാലും അതിൽ സാമ്പത്തികമായിട്ട് മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുടുംബമാണ് കുഞ്ഞുങ്ങളിൽ. അവരുടെ സംഭാവനയായിട്ടാണ് ഇന്നിവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായ ഈ കിഡ്സ് പാർക്ക് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. സ്കൂളിന്റെ മാനേജർ എന്നുള്ള നിലയിൽ ഞാൻ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ എൻ്റെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകിയതായ മഹാമനസ്കത തീർച്ചയായിട്ടും ഗുരുദേവന്റെ അനുഗ്രഹത്തിന്റെ പിന്നിൽ നിന്നാണ് ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അത്തരം ഒരു പ്രവർത്തനത്തിന് പിന്നിൽ ആ ബംഗളൂർ ശാഖയുടെ സെക്രട്ടറി വേദിയിലുണ്ട്. ശാഖാ സെക്രട്ടറിയും അവിടുത്തെ ഉപദേഷ്ടാവിന്റെ ഒക്കെയും പ്രേരണയും പ്രോത്സാഹനവും ഉണ്ടായിട്ടുണ്ട്. അതും സഭ വളരെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ പേരെയും എല്ലാ മേഖലയിലും ഗുരുദേവന് തന്റെ വ്യവസ്ഥകളും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അധ്യാപകരടക്കമുള്ള മുഴുവൻ പേരും ഇതിൽ പങ്കാളിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ജനറൽ സെക്രട്ടറിമാർ, ലോക്കൽ മാനേജർ അടക്കമുള്ള മാനേജ്മെന്റ് കമ്മിറ്റി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്കൂളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സമീപത്തുള്ള ശാഖകളും ശാഖയുടെ ഉപദേഷ്ടാവ്, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികൾ, അതുപോലെ PTA പൂർവ്വ വിദ്യാർത്ഥി സെക്രട്ടറി എല്ലാവരും ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിൽ അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണോ എന്ന് സഭയ്ക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിന്, സഭയുടെ സ്കൂളിന്റെ മാനേജർ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ മുറിഞ്ഞകലിൽ കുടുംബം സംഭാവനയായി നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഈ കുട്ടികളുടെ പാർക്ക്, അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഓഫീസ് കേബിൻ, നവീകരിച്ച സ്കൂൾ ലൈബ്രറി, ലാബ് എന്നിവയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോട് മികച്ചായി പ്രഖ്യാപിക്കുന്നു. സ്നേഹിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനും PTA പ്രസിഡന്റുമായ ശ്രീ MK ജയകുമാർ, ഈ പരിപാടി ഇവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന PRDSന്റെ ദേശീയ പ്രസിഡന്റ് ഈ സ്കൂളിന്റെ മാനേജറുമായ ശ്രീ Y സദാശിവൻ സാറ്,
മുഖ്യ പ്രഭാഷണം നടത്തുന്ന എൻ്റെ ഒരു സ്നേഹിതനും PRDS-ന്റെ ജനറൽ സെക്രട്ടറിയുമായ ശിവകുമാർ, ശ്രീ അനീഷ് TK ജനറൽ സെക്രട്ടറി, പ്രൊഫസർ K രാജൻ മുഴഞ്ഞകലിലെ കുടുംബാംഗം, ഇവിടെ പങ്കെടുക്കുന്ന ദേവകുമാർ സാറ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര്, മുൻ അധ്യാപക സുഹൃത്തുക്കള്, PTA-യുടെ ഭാരവാഹികളുണ്ട്, മറ്റ് വിശിഷ്ട വ്യക്തികൾക്ക്, മുൻ അധ്യാപകന്റെ സുരേഷ് സാറുണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അങ്ങനെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിയാണ്. എന്താ നിങ്ങളോടൊപ്പം വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഈ സ്കൂളിന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു പാർക്കും ലാബും തുറന്നു കിട്ടിയ ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. അതിന് കൂടുതൽ നന്ദി അറിയിക്കുന്നത് മുറിഞ്ഞകൽ കുടുംബാംഗങ്ങൾക്ക് അവരെ ഈ സഭയോട് കാണിച്ച സ്നേഹത്തിനും ഒക്കെ PRDS സഭ നിങ്ങളോട് കടപ്പെട്ടതുപോലെ ഗ്രാമപഞ്ചായത്തും അതിൽ പങ്കുചേരും. നമുക്ക് നന്മ വരുമ്പോഴും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഉള്ള മനസ്സ്, അതൊരു ദൈവാനുഗ്രഹത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. എന്തായാലും നിങ്ങളോടൊപ്പം വന്നുചേരുവാൻ, ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികൾ, ഞാൻ പല സ്കൂളുകളിൽ പോയിട്ടുണ്ട്, പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഏറ്റവും ഇവരുടെ ആ പ്രായത്തിൽ ഉള്ളതിനേക്കാൾ മികച്ച അച്ചടക്കം പാലിക്കുന്ന വിദ്യാർത്ഥികൾ. അതിനകത്ത് ഞാൻ ഇവിടുത്തെ അധ്യാപകരെ അങ്ങേറ്റം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കും. കാരണം ഞാൻ എൻ്റെ ഇതില് ഒട്ടേറെ സ്കൂളുകൾ സന്ദർശിക്കുകയും പല പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അനുഭവം വെച്ച് പറയുന്നു, ഞാനൊരു മുകട്ടിപ്പറച്ചിലൊന്നുമല്ല. എല്ലാവരും എല്ലാവിധ നന്മകളും വേണം. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഏറെ ബഹുമാനമുള്ള കാടകൻ സദാശിവൻ സാർ പ്രസിഡന്റ്, സദാശിവൻ സാർ PRDS പ്രസിഡന്റ്, സ്കൂൾ മാനേജർ, മുഖ്യ അതിഥി ശ്രീ മൂട്ടി മുല്ലശ്ശേരി, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൃക്കൊടിത്താനം, മുഖ്യ പ്രഭാഷണം നടത്തുന്ന KC ഫാറസ്, പ്രസംഗം നടത്തിയ ജഗന്മാർ സാർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശിവകുമാർ ജനറൽ സെക്രട്ടറി PRDS, ശ്രീ അനീഷ് TK ജനറൽ സെക്രട്ടറി PRDS, സന്ദേശം പ്രൊഫസർ K രാജൻ, മുറിഞ്ഞകല്ലിങ്കിൽ കുടുംബാംഗം, പ്രൊഫസർ മുറിഞ്ഞകല്ലിൽ കുടുംബാംഗങ്ങളെ, ശ്രീ K ജ്ഞാനസുന്ദരൻ, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, ശ്രീ സോമലത ബിനു വാർഡ് മെമ്പർ, ശ്രീമതി താഴാമ്പ് അനിൽകുമാർ വാർഡ് മെമ്പർ, ശ്രീ ദേവകുമാർ ലോക്കൽ മാനേജർ, ശ്രീ രാമാനന്ദ ശാഖാ സെക്രട്ടറി PRDS രംഗത്തുകുന്ന് ശാഖ, ശ്രീ വിജയകുമാർ K സ്റ്റാഫ് സെക്രട്ടറി, ഇവിടെ വന്നു കൂടിയിട്ടുള്ള പ്രിയ രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയ കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ എൻ്റെ 2 കുട്ടികളും ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞാൻ PTA-യുടെ ഒരു മെമ്പറായിട്ട് ഇവിടെ വന്നത്. PTA-യുടെ മെമ്പറായിട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ സ്കൂളിൻ്റെ പഠന നിലവാരത്തെക്കുറിച്ചും സാറിനോട് പറയുകയും അതിൻ്റെ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയും 2-3 കാര്യങ്ങളാണ് ഞങ്ങൾ PTA മെമ്പേഴ്സന്മാർ പറഞ്ഞത്. അതിൽ ഇന്നത്തെ ദിവസം നമുക്ക് വേറെ അഭിമാനത്തോടെ നിൽക്കുവാൻ അതിൽ 3 കാര്യവും സാധിച്ചതായിട്ടാണ് ഇന്ന് എന്നെ കാണാൻ പറ്റിയത്. ആ 2 കാര്യം, 3ാമത്തെ കാര്യമാണ് ഞങ്ങൾ ഈ പാർക്കിന്റെ കാര്യവും ഞങ്ങൾ PTA-യിൽ പറഞ്ഞതാണ്. മാനേജ്മെന്റിനെ ഞങ്ങൾ നിബന്ധന കൊടുത്തതാണ്. അപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിന്ന സമയത്ത് ജനറൽ സാർ പറഞ്ഞ് നമുക്കത് നടത്താം, എങ്ങനെയെങ്കിലും നല്ല കാര്യമാണ്, നമുക്ക് ജനറൽ സാർ ഉറപ്പ് തന്നു. ഞങ്ങൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കൊണ്ട് സാമ്പത്തികം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും സാമ്പത്തികം ഇങ്ങനെ ഞങ്ങൾ കണ്ട് കഴിഞ്ഞ വർഷം സ്കൂൾ അധ്യയന വർഷം നമ്മുടെ സാറ് പറഞ്ഞു ഇതുപോലെ മുറിഞ്ഞുകെട്ടിയ കുടുംബാംഗങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു പാർക്ക് ചെയ്തു തരാമെന്നൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കും വളരെ സന്തോഷമായി. ഇത് ഞങ്ങൾ ആദ്യമേ PTA ഞങ്ങൾ കൂടി ആലോചിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം അത് അവർ ചെയ്ത് തന്നെ ആ മുറിഞ്ഞ കുടുംബത്തിന് ആദ്യമായിട്ട് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഒട്ടനവധി ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ സ്കൂളിനെ സംബന്ധിച്ച് ചെയ്യാനുണ്ട്. അത് ഇനി ഞങ്ങൾ PTA എന്ന നിലയ്ക്കും ഞങ്ങൾ വ്യക്തികൾ എന്ന നിലയ്ക്കും ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്നും പിന്നെ എനിക്കൊരു കാര്യം പ്രധാനപ്പെട്ട മാനേജ്മെന്റും ജനപ്രതിനിധികളും ഉള്ളൊരു വേദി ആയതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കുട്ടികൾ ഈ മുമ്പിൽ ഇരുന്നാൽ പോരാ. 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് നമുക്ക് കുറഞ്ഞത് ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും ഈ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് നടപ്പിലാക്കണം എന്നും കൂടെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് സ്ഥല സൗകര്യം ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം നടക്കും. അങ്ങനെയാണ് 100 വർഷം പോകുന്ന LPS ആയിരുന്നു അപ്ഗ്രേഡ് ചെയ്ത് UPS ആയി ഇനി ഹൈസ്കൂളും ആക്കി തരണം എന്നുള്ള നമ്മൾ പരിശ്രമം വേണം എന്നും കൂടെ പറയുകയാണ്. നമുക്ക് കുട്ടികൾ പഠന നിലവാരം ഉയർത്തണം. അതുപോലെ തന്നെ സ്കൂളിന്റെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതും ഇനി മുമ്പോട്ട് നടത്തണം. ഈ സ്കൂളിന്റെ ഹൈസ്കൂൾ തലമാക്കുവാനുള്ള ഒരു പ്രവർത്തനം കൂടെ മുമ്പോട്ട് കൊണ്ടുവന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൂടുതൽ കുട്ടികളെ ഇവിടെ സംഘടിപ്പിക്കണം. അത് മറ്റ് ശാഖകളിലായാലും പറഞ്ഞ് നമുക്ക് അതിനൊരു സംവിധാനം ചെയ്യണം എന്ന് കൂടെ ഞാൻ PTA എന്ന രക്ഷകർത്താവ് എന്ന നിലയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും പിന്മാറുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് സന്തോഷ് കൈമലന്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഭയുടെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റും ഈ സ്കൂളിന്റെ മാനേജറുമായ Y സദാശിവൻ സാറും ഈ സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത തൃക്കൃത്താനം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് കുട്ടി മുല്ലശ്ശേരി അവർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രത്യക്ഷ ദേവസഭയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അനീഷ് സാറ്, സന്ദേശം നൽകുന്ന മോനികലിൽ കുടുംബത്തിന്റെ അംഗമായ പ്രൊഫസർ K. രാജൻ സാർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന പ്രത്യക്ഷ ദേവസഭയുടെ ജനറൽ സെക്രട്ടറി K. ജ്ഞാനബന്ധനും, വാർഡ് മെമ്പർമാര്, ലോക്കൽ മാനേജർ K. ദേവകുമാർ സാറ്, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന വെള്ളത്തൂർ ശാഖയുടെ ബഹുമാനായ സെക്രട്ടറി രാമാനന്ദ്, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ MK ജയകുമാർ സാറും, കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി KK വിജയകുമാർ സാറും, ഈ വേദി പങ്കെടുത്ത പ്രത്യക്ഷ ദേവസഭയുടെ ഏറ്റവും ആദരണീയനായ ഗുരുകുല സ്റ്റേഷൻ ഭാസ്കരൻ അച്ചാനും, ഈ മഹർകർമ്മത്തിന് എല്ലാം നിദാനമായ പ്രത്യക്ഷ ദേവസഭയുടെ 290 ശാഖയുടെ പൂർണ്ണികളിൽ കുടുംബാംഗങ്ങളുമായ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ കടന്നു വന്നിരിക്കുന്ന പ്രത്യക്ഷ ദേവസഭയുടെ
അമരപുരം ശാഖ, ദിവ്യമാതാ ശാഖ, ചെപ്പുംപുറം ശാഖയുടെ സെക്രട്ടറിമാരെ, ഉപദേശകന്മാരെ, PTA മുൻകാല പ്രവർത്തകരെ, അതുപോലെ തന്നെ ഈ സ്കൂളിലെ മുൻകാല അധ്യാപകരെ, ഈ സ്കൂളിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെ, കൊച്ചുകുട്ടികളെ എല്ലാവർക്കും പ്രത്യക്ഷ ദേവസഭയുടെ നാമത്തിൽ എൻ്റെ സ്നേഹം. ദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം വളരെ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനും പങ്കാളികളാകാൻ വേണ്ടിയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്കൂളിൻ്റെ ചിരകാല അഭിലാഷം ഇവിടെ സാധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും സഭ നന്ദി രേഖപ്പെടുത്തേണ്ടത് പ്രത്യക്ഷ ദേവസഭയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ബംഗളത്തൊന്ന് ശാഖയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഭയുമായി പ്രവർത്തിച്ചു വരുന്ന മുറിഞ്ഞേരി കുടുംബത്തെയും അവരുടെ അംഗങ്ങളെയാണ് സഭ ഈ അവസരത്തിൽ സഭയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സഭയുടെ അധ്യക്ഷൻ അനുമോദിച്ചുവെങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി ആ കുടുംബാംഗങ്ങളെ സഭയുടെ പേരിൽ വ്യക്തിപരമായ പേരിൽ അനുമോദിക്കുകയാണ്. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന്റെ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമിതിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് എന്നുള്ളത്. ദൃശ്യ അത് ഈ സമിതിയെ കൊണ്ട് സാധ്യമായില്ലെങ്കിൽ കൂടി ഒരു പക്ഷെങ്കിൽ ദൈവികപരമായ ഒരു ഇടപെടലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മുറിഞ്ഞേരിയിൽ ഭവനവും പ്രത്യക്ഷ സഭയുമായുള്ള ബന്ധം ഇദ്ദേഹത്തെ ശരീര കാലഘട്ടത്തിൽ വളരെയധികം സ്നേഹിക്കുകയും ആ ശരീരത്തെ വളരെയധികം കാത്തു സൂക്ഷിക്കുവാൻ തക്ക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു വലിയ ഭവനമാണ്. പ്രത്യേകിച്ച് ഓമൻ പിതാവ് എന്ന് പറയുന്ന പിതാവ് ബഹുമാനപ്പെട്ട സഭയുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കൂടിയും ചാമപതാൽ പ്രദേശത്ത് ഇവരുടെ സഞ്ചാര പ്രസംഗ വേളയിൽ കടന്നു വന്ന സമയത്ത് വെള്ളത്തു നിന്ന് ചാമപതാൽ തുടങ്ങിയ പ്രദേശങ്ങൾ കടന്നു വന്നപ്പോൾ ശത്രുക്കൾ പതിയിരുന്ന് ഉപദ്രവിക്കാൻ തക്കം പാർക്കുന്ന സമയത്ത് ആ ശരീരത്തെ കാത്തു സൂക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ആ ശരീരത്തെ കാത്തു സൂക്ഷിച്ച ആ പിതാവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബം തന്നെയാണ് ഈ മുറിഞ്ഞേരി കുടുംബം എന്ന് പറയുന്നത്. അഭവനം ഇന്നും പ്രത്യക്ഷ ദേവസഭയുടെ വിശ്വാസികളായി ഇന്ന് നിലനിന്ന് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമായി ഒരു വലിയ ഒരു കടപ്പാടോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു സംരംഭം, ഏതാണ്ട് ലക്ഷങ്ങൾ മുടക്കിയ ഒരു സംരംഭം കൊച്ചുകുട്ടികൾക്ക് വേണ്ടി അവർക്ക് സല്ലപിക്കുവാൻ, അവർക്ക് മാനസികപരമായി അവർക്ക് സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഒരവസരം, ഒരു സന്ദർഭം എന്ന നിലയ്ക്ക് തന്നെ ലക്ഷങ്ങൾ മുടക്കി ഒരു പാർക്ക് ആ കുടുംബത്തിനെ വഴിയായി സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നീടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും, മെയിൻ്റെനൻസ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ആ കുടുംബം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം സ്നേഹവും നന്ദിയും സ്നേഹവും കടപ്പാടും എന്നും എന്നാളും ആ കുടുംബത്തിലുണ്ടാകുന്നു ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഗുരുതരങ്ങളെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസത്തിന് വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് 1000 BA-ക്കാരും MA-ക്കാരും വേണം എൻ്റെ വംശത്തിൽ എന്ന ഗുരുതരന്റെ ആഗ്രഹമാണ്. 9ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭയ്ക്ക് പ്രാഥമിക ആരംഭ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിന് വെള്ളത്തൊന്ന് പ്രദേശം തന്നെയാണ് ഗുരുദേവൻ തന്റെ ശരീര കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തത്. ഇത് വളരെ മനോഹരമായ ഒരു പ്രദേശമായി ഇന്നും ആ കെട്ടിടത്തിന്റെ അന്നത്തെ പ്രവർത്തിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ആ പ്രദേശത്ത് കാണുവാൻ സാധിക്കും. റെസിഡൻഷ്യൽ സൗകര്യത്തോടു കൂടി തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് വെള്ളത്തൂന്നിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത്. ഇന്ന് അവശേഷിക്കുന്നത് ഈ അമരപുരം സ്കൂളിൽ, ഈ അമരപുരം പ്രദേശത്തുള്ള ഈ സ്കൂൾ മാത്രമാണ് നമുക്ക് ഇന്ന് അവശേഷിക്കുന്നത്.
അതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന് വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ട് വെളിച്ചം വിജ്ഞാനം വിമോചനം എന്നുള്ള ആപ്തവാക്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രത്യക്ഷ ദേവസഭ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രസക്തി എന്നാണ് നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയുമാറാകട്ടെ. നമുക്കറിയാം, ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നത്. ദൈവം സ്വർഗമോ സ്വർഗ കൊടുമുടിയോ എന്ന് വിശേഷിപ്പിച്ച ഈ അമരക്കുന്ന് പ്രദേശത്താണ് ഇതിനൊക്കെ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. UP സ്കൂളും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ PR സയൻസ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായി നേട്ടമായി ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ്. അത് പ്രത്യക്ഷ ദേവസഭയുടെ മാനേജ്മെന്റിന്റെ കീഴിലും അതിന്റെ അച്ചടക്കത്തിലൊക്കെ തന്നെ നിയന്ത്രണത്തിലുമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒന്നാളും ഈ സ്ഥാപനം അടിക്കടി ഉയർന്നു വരുവാൻ കഴിയുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ആക്ഷേപങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ. നല്ലവരായ സഭാവിശ്വാസികൾ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഈ സ്ഥാപനത്തെ നിലനിർത്തുവാനും അവരുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായങ്ങളും ഇതുപോലുള്ള സഹായങ്ങളും ഒക്കെയും ഈ സ്ഥാപനത്തിൽ നിന്ന് മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി ഉപജില്ല വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഒരു പ്രത്യേക ഒരു പേരും പ്രശസ്തിയും ഒരു മേൽവിലാസവും സ്കൂളിലുണ്ട്, UP സ്കൂളിലുണ്ട്. അതേക്കാലം നിലനിന്ന് പോകാൻ കഴിയുമാറാകട്ടെ. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുവാൻ അതിനാവശ്യമായ അക്കാഡമിക് നിലവാരമൊക്കെ ഉയർത്തി ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ MLA ആണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസവും കോളേജ് വന്ന സമയത്ത് അദ്ദേഹവുമായി കാണുവാനും സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓഫർ തീർച്ചയായും അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുന്നതും അത് ഇവിടെ അതിൻ്റെ ആവശ്യമായ ഭൗതിക സാഹചര്യം എന്ന നിലയ്ക്ക് ആ തുക അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തുക നമ്മുടെ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെയും പൂർണ്ണമായ സഹകരണം നമുക്ക് പിന്നീട് നമുക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്കൂള് ചരിത്രത്തിലെ കോളേജിന്റെ ഈ PRSന്റെ ചരിത്രത്തിലെ തിളങ്ങി വിളങ്ങി നിൽക്കുവാൻ തക്കവണ്ണം കഴിയുമാറാകട്ടെ. ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും വലിയ കുടുംബത്തെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇപ്പൊ ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് മെസ്സേജ് അയച്ച് ഇവിടെ വായിക്കുകയുണ്ടായി. വളരെ ഹൃദയഭേദകമായ ഒരു സന്ദേശമാണ് അത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും സഭയുടെയും ഇത്തരത്തിലുള്ള ഭൗതിക സൗകര്യം ഒരുക്കുന്നതിൽ കുടുംബത്തിന് ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകട്ടെ. ദൈവം അവരുടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം. സ്നേഹബഹുമാനമുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് സന്തോഷ് കൈനാട്ടം അവർ, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആദരണീയനായ പ്രസിഡന്റും സ്കൂളിന്റെ മാനേജറുമായിരിക്കുന്ന ശ്രീ വൈ സദാശിവൻ സാർ അവർ, ഈ സമ്മേളനത്തിന് മുഖ്യാതിഥിയായി പങ്കെടുത്ത തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ മുല്ലശ്ശേരി, പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ സമാധാനായ സെക്രട്ടറി ശ്രീ KD കുമാർ സാർ, ഈ സമ്മേളനത്തിന് സന്ദേശം നൽകുന്ന ഉടനീരിൽ കുടുംബാംഗമായിരിക്കുന്ന റിട്ടയർഡ് പ്രൊഫസർ ശ്രീ K. രാജൻ സാർ അവർ, ഈ സമ്മേളനത്തിൽ ആശംസ സംസാരിക്കുന്ന സഭയുടെ ബഹുമാനായ ജോയിന്റ് സെക്രട്ടറി K. ജാൻസൺ അവർ, സമ്മേളനത്തിൽ ആശംസ സംസാരിക്കുന്ന വാർഡ് മെമ്പർമാരായിരിക്കുന്ന ശ്രീമതി സോമലത ബിനു, ശ്രീമതി താടാമ്പു അനിൽ, ലോക്കൽ മാനേജർ K. ദേവകുമാർ അവർ, പെങ്ങളത്തുനിന്ന് ശാഖയുടെ സെക്രട്ടറി ശ്രീ രാമാനന്ദ അവർ, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ M. K. ജയകുമാർ സാർ അവർ, ഈ സമ്മേളനത്തിൽ പ്രദക്ഷിണ അർപ്പിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ശ്രീ K. വിജയകുമാർ സാർ അവർ, ജ്യോതിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന വിശുദ്ധങ്ങളെ, ബഹുമാനരായ
ശാഖയുടെ സെക്രട്ടറിമാരെ, ശാഖയുടെ പൊതുചക്കന്മാരെ, കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളെ, പൂർവ്വ അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, സ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ നാമത്തിൽ സ്നേഹമൊന്നും. ഏറെ സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് നാം ഏവരും ഇപ്പോൾ പങ്കെടുക്കുന്നത്. പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ UP സ്കൂളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരവേ ഇന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, മുതിർന്ന കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടു കൂടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കിഡ്സ് പാർക്ക്, ഹെഡ് മാസ്റ്ററിന്റെ സഹായത്തോടു കൂടി പുതിയ ക്യാബിന്റെ ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ ലാബിന്റെയും ലൈബ്രറിയുടെയും ഒക്കെ ഉദ്ഘാടനം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. സ്കൂളിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ചും സഭയുടെ സ്കൂളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സമീപ നാളുകളിലാണ് സഭയുടെ മറ്റു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സഭയുടെ ഓർമ്മയിൽ ശാഖയുടെ ഒരു കുടുംബാംഗം 25ഓളം കമ്പ്യൂട്ടറുകൾ കോളേജിന് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് അതിമനോഹരവും അതിനൂതനവുമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് കോളേജിന് വേണ്ടി നിർമ്മിച്ച് സംഭാവന നൽകിയിരിക്കുന്നത്. അത് ലക്ഷങ്ങളോളം അതിന് മുതൽ മുടക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്കൂളിന്റെ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും മാനേജ്മെന്റ് സ്കൂളും ഒക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസികവും കായികവുമായിട്ടുള്ള അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ആണ് അവർക്ക് കൂടുതൽ പ്രൈമറി സ്കൂളിലും LKG സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളുകളിലുണ്ട്. അവർക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടി, അവർക്ക് സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഒരു കിഡ്സ് പാർക്ക് നിർമ്മിച്ച് നൽകുവാൻ അത് വലിയ സാമ്പത്തികമൊക്കെ അതിന് മുതൽ മുടക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെയും ഒക്കെ പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ അംഗങ്ങളുടെ സഹകരണത്തോടെ നടക്കുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വേറെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്താണ് സഹസ്ഥാന ദൈവം ശ്രീകുമാര ഗുരുദേവൻ തന്റെ അംഗങ്ങളോട് പറയുന്നത്, എന്റെ സന്തതികളുടെ കാലഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നത്. അന്ന് നിങ്ങൾ എന്നെ മറന്നു പോകരുത് എന്നുള്ള വലിയ ആപ്തവാക്യം മുറുകെ പിടിച്ചിട്ടുള്ളവരാണ് നാമെങ്കിലും. അതുകൊണ്ടാണ് അത്തരം അനുഗ്രഹങ്ങളിലൂടെ ഇവിടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. എങ്ങനെയാണ് മൃതകൾ കുടുംബത്തിന് ഇത്രമാത്രം സഭയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് എത്രമാത്രം സഭയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നത് അവർക്ക് ലഭിച്ച ആ ഒരു അനുഗ്രഹത്തിന്റെയും ആ ഒരു സ്നേഹത്തിന്റെയും തണലിൽ നിൽക്കുവാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്റെ സഹോദരങ്ങളെയും തന്റെ കുടുംബത്തെയും മാത്രമല്ല തന്റെ പ്രസ്ഥാനത്തെയും നിലനിർത്തണം, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കണമെന്നുള്ള വലിയ ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ സ്കൂളിന് ഇത്ര നല്ല ഒരു സംരംഭത്തെ നൽകുവാൻ തക്കവണ്ണം അവർക്ക് മനസ്സായതെന്ന് കരുതുകയാണ്. ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടു കൂടി തങ്ങൾക്ക് ലഭിച്ച ആ ഒരു ദൈവിക അനുഗ്രഹത്തെ തങ്ങൾ അറിഞ്ഞ, തങ്ങൾ മനസ്സിലാക്കിയ ആ ദൈവിക അനുഭവത്തെ അവർ എല്ലാവരും ചേർന്ന് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത്ര സംരംഭങ്ങളിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിയുന്നത്. നിങ്ങളുടെ ആ ഒരു സഹകരണങ്ങൾ, സ്നേഹബന്ധങ്ങൾ എന്നാലും നിലനിൽക്കട്ടെ. നിങ്ങളുടെയും തുടർന്നുള്ള സന്തതികളുടെ അല്ലെങ്കിൽ ഭാവിയിലേക്ക് കടന്നു വരുമ്പോൾ എന്നും അവർക്ക് സഭയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ ദൈവിക അനുഗ്രഹത്തിൽ കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഉയർച്ചയുടെ പടവുകൾ മുൻപോട്ട് കടന്നു വരാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് സാധിക്കട്ടെ എന്ന് ഓർക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, സഭയുടെ ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല, സഭയുടെ സങ്കേത മണ്ണിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ജന്മദിനാഘോഷ പരിപാടികളായിക്കോട്ടെ, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സഭ ഈ കുടുംബത്തെ സമീപിക്കുന്നത്, ആ സമീപിക്കുന്ന സമയങ്ങളിലൊക്കെ വളരെ നിസ്വാർത്ഥമായി, വളരെ സ്നേഹത്തോടു കൂടി സഭ പ്രതീക്ഷിക്കുന്നതിൽ ഉപരിയായി ഉള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്.
അത്തരം സഹായ സഹകരണങ്ങളെയും ഈ ഒരു അവസരത്തിൽ ഏറെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുകയാണ്. എല്ലാവരും നല്ല നിലയിലേക്ക് കടന്നു വരട്ടെ. എല്ലാവരും വിദ്യാഭ്യാസത്തോടെയും നല്ല ഉയർന്ന ജോലികളുടെയും ഒക്കെ എല്ലാ ഉയർന്ന പദവികളിലേക്കും എത്തിച്ചേരട്ടെ. ഇപ്പോൾ തന്നെ നിരവധി പേർ അത്തരം മേഖലകളിൽ കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ദൈവിക അനുഗ്രഹത്തിന്റെ ഭാഗമാണെന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ അമര പ്രദേശത്താണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, മറ്റു ഇടങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തീർന്നു. പ്രത്യേകിച്ച് വെള്ളത്തു എന്ന പ്രദേശത്ത് എന്നും ആ സ്കൂള് അവിടെ പ്രവർത്തനമില്ലാതെ നിലനിൽക്കുകയാണ്. കഴിയുന്ന സാഹചര്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും പുനരാരംഭിക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അറിവും വിവേകവും തിരിച്ചറിവില്ലാതെ കിടന്നിരുന്ന ഒരു സമൂഹത്തിനാണ് അറിവ് പകർന്നു നൽകാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഗുരുദേവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത്. ഇന്നത് നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഈ അമരപുരത്താണ്. അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന ഈ സ്ഥാപനങ്ങൾ ഉത്തരോത്തരം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൂടെ നമുക്ക് തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുവാൻ ദൈവം തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള അതിന്റെ PTA ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏതൊരു സ്കൂളിന് ഗുണകരമായി ഭവിക്കുന്ന ഏതൊരു കാര്യങ്ങൾക്കും മാനേജ്മെന്റ് ഒപ്പം ഉണ്ടാകും എന്നുള്ള ഒപ്പം കൂടെ നൽകിക്കൊണ്ട് അക്കാദമിക് തലങ്ങളിലുമൊക്കെ ഉയർന്ന മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ സ്കൂളിൽ കഴിയട്ടെ. ഇനിയും ഇതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാനേജ്മെന്റ് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്കൂടെ ചെയ്യുവാനുണ്ട്. അതുകൂടെ ചെയ്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. പ്രത്യേകിച്ച് ഈ അമരപ്രദേശത്തുള്ള പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ പ്രവർത്തകർ, ശാഖയുടെ ഉദ്ഘാടകന്മാർ, സെക്രട്ടറിമാർ, ശാഖയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുടെയും പിന്തുണയും സഹകരണവും അതിന് ആവശ്യമാണ്. ആ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടെ സഭയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുള്ള സന്തോഷവും നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ലഭിക്കുന്നു. എല്ലാവർക്കും സ്നേഹം. യോഗാധ്യക്ഷൻ സഭയുടെ ബഹുമാന്യരായ മുൻനിര പ്രവർത്തകരെ, ഈ സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ പ്രത്യേക സുദിനത്തിലേക്ക് നമ്മുടെ സ്വാഗതം അറിയിക്കുന്നു. ബാക്കിലിരിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളുണ്ടല്ലോ, കുട്ടികൾ, അവരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യേസ് എന്ന് പറഞ്ഞു. യേസ് കേൾക്കുന്നുണ്ടെങ്കിൽ യേസ് എന്ന് പറഞ്ഞു. ഒന്നുകൂടെ അച്ഛൻ. അപ്പൊ ഇനി പറയാം, നിങ്ങളുടെ ഈ മനോഹരമായ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ആദ്യമായിട്ടാണ് ഈ സ്കൂൾ സന്ദർശിക്കുന്നത്. പക്ഷേ ഈ സ്കൂളിനെ കുറിച്ച് എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന K. ലില്ലി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്കൂള് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉഷാറാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. K. ലില്ലി എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ലില്ലി പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞങ്ങളെല്ലാവരും വളരെ ഉഷാറാണ്, വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേറൊരു കാര്യം കൂടെ ഞങ്ങളോട് അറിയിക്കാനുണ്ട്. ഇപ്പോൾ ഈ യോഗം, ഈ നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇത് നിരീക്ഷിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും നന്നായി
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നമ്മൾ തിരഞ്ഞെടുക്കും. അത് പിന്നെ അറിയിക്കുന്നതാണ്. നിങ്ങൾ ഈ യോഗത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ ഉള്ള എത്ര സമയമാണ് അനുവദിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആരും പറഞ്ഞില്ല. നിങ്ങൾ എത്ര സമയം അനുവദിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ സംസാരിക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ഒരു പ്ലേ ഏരിയ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ ലോക ചരിത്രത്തിൽ വാട്ടർലൂ എന്നൊരു യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടാണ്. നിങ്ങൾ UP സ്കൂൾ വിദ്യാർത്ഥികളാണോ അറിയില്ല. വാട്ടർലൂ എന്ന് കേട്ടിട്ടാണ്. വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ യുദ്ധത്തിൽ നെപ്പോളിയൻ എന്ന ഫ്രഞ്ച് ഏകാധിപതി തോൽപ്പിക്കപ്പെട്ടു. ഇത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംഭവമാണെന്ന് യൂറോപ്പുകാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അന്നത്തെ യൂറോപ്പിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആ യുദ്ധം എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന്, എത്രത്തോളം ആശ്വാസമായിരുന്നു ലോകത്തിന് എന്ന് അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർക്കും പിന്നീട് അത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും മനസ്സിലാവും. 1815 വാട്ടർലൂ എന്ന യുദ്ധം നടന്നത് അവസാനിച്ചത്. ഈ നെപ്പോളിയൻ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് സൈന്യത്തിന്റെ മുമ്പിൽ ആർതർ വെല്ലസ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സൈന്യാധിപന്റെ, ഒരു ഇംഗ്ലീഷ് ലോർഡിന്റെ സൈന്യത്തിന് മുമ്പിൽ അയാൾ തോൽക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ യുദ്ധത്തെ കുറിച്ച് പിന്നീട് ചരിത്രകാരന്മാരും കമന്റേറ്റേഴ്സും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ യുദ്ധം ജയിച്ചത്, വാട്ടർലൂ യുദ്ധം ജയിച്ചത് ഈറ്റൺ സ്കൂളിന്റെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. വലിയ പ്രയാസമാണ്. ഈറ്റൺ സ്കൂൾ എന്ന് പറഞ്ഞാല് ഇംഗ്ലണ്ടിലെ ലണ്ടന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു നമ്മുടെ ഒരു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു ഹൃദയരേഖ പോലെ കടന്നു പോകുന്ന ടെംസ് നദിയുടെ തീരത്തുള്ള ഒരു സ്കൂളാണ്. ഒരു പ്രഗത്ഭമായ പബ്ലിക് സ്കൂളാണ്. ഈ പബ്ലിക് സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഈ യുദ്ധം ജയിച്ചത് എന്ന് പറയുമ്പോൾ കുറച്ച് വിശദീകരണം ആവശ്യം. എന്താണ് ഈ ഗ്രൗണ്ടിൽ, എങ്ങനെയാണ് യുദ്ധം നടന്നത്? യുദ്ധം നടന്ന അവിടുന്നല്ല, ഇംഗ്ലണ്ടിലേ അല്ല, യൂറോപ്പിലാണ്. അപ്പോ ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ എങ്ങനെ യുദ്ധം ജയിച്ചു എന്നത് ഒരു പെട്ടെന്നൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ പറയുന്നത് ഈ സ്കൂളിന്റെ ഫുട്ബോൾ ഫീൽഡിൽ വളരെ വലിയ എന്താ പറഞ്ഞ, പിന്നെ കുട്ടികൾക്ക് വളരെ വലിയ അനുഭവങ്ങളാണ് ആ ഗ്രൗണ്ടുകളിൽ കൊടുത്തിട്ടുള്ളത്. അത് സഹകരണത്തിന്റെ, സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അന്തസ്സുള്ള പാഠങ്ങളാണ് അവിടെ അവർക്ക് പറഞ്ഞു കൊടുത്തത്. മത്സരത്തിന്റെ ഇതൊക്കെ ശീലിച്ച കുട്ടികൾ, അവര് പിന്നീട് ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിന്റെ ഭരണ സാഹിത്യത്തിൽ വരികയും അവര് പിന്നീട് ചരിത്രം മാറ്റുന്ന വ്യക്തികളായി തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈറ്റൺ സ്കൂളിന്റെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് യുദ്ധം ജയിച്ചത് എന്ന് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്കൂളിന്റെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല, മറിച്ച് ഒരു ചെറിയ പ്ലേ ഏരിയയാണ്. ഇവിടെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ ഒരുപക്ഷെ ഈ ക്ലാസ് റൂമിനേക്കാൾ കൂടുതൽ ഓർത്തിരിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച, ഒന്നിച്ച് ഊഞ്ഞാലാടി, ഒന്നിച്ച് നിലവത്തി പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് അവരുടെ അവബോധത്തിന്റെ ഭാഗമാകുന്ന ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് പുറത്തു പോകുന്ന കുട്ടികൾ കുറെ നാൾ കഴിഞ്ഞ് ഓർത്തിരിക്കുന്നത് ഈ ലൈഫ് ഏരിയ ആയിരിക്കും. ഞാനൊരു മറ്റൊരു കാര്യം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. അത് വിയറ്റ്നാമിന്റെ നേതാവായിരുന്ന, വിയറ്റ്നാം എന്ന രാജ്യമുണ്ട്, ആ വിയറ്റ്നാമിന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം നമ്മുടെ ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അതുപോലെ ആ വിയറ്റ്നാമിന്റെ രാഷ്ട്രപിതാവായിരുന്ന
ഹോച്ചിമിൻ പേരൊക്കെ ഹോച്ചിമിൻ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മയാണ്. അദ്ദേഹം പറയണം, അദ്ദേഹത്തിന്റെ വീടിന്റെ കോലായിലിരിക്കുന്ന സമയത്ത്, വരാന്തയിലിരിക്കുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിലൂടെ, അതിന്റെ മുൻവശത്തൂടെ കടന്നു പോകുന്നൊരു വഴിയുണ്ട്, നീളമുള്ള ഒരു ഗ്രാമപാത. ഈ പാതയിൽ അന്നത്തെ കാലത്ത് 1912 ആ സമയത്തൊക്കെയാണ്. അപ്പോ അന്ന് ഈ ഇലക്ട്രിക് ലൈറ്റുകളൊന്നുമില്ല, തെരുവ് വിളക്കുണ്ട്, ഈ തോണിന്റെ മുകളിൽ വെക്കുന്ന വിളക്കുണ്ട്. ഈ സന്ധ്യയാകുന്ന സമയത്ത് ഈ വിളക്ക് കത്തിക്കാൻ ഒരു മനുഷ്യൻ തരും. നീളമുള്ള ഒരു കമ്പിന്റെ അറ്റത്ത് ഒരു പന്തമൊക്കെ കത്തിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ വന്ന് ഓരോ വിളക്കിന്റെ ചോട്ടി വന്ന് ഈ വിളക്ക് കത്തിച്ച് ഇങ്ങനെ കടന്നു പോകും. ഈ ഹോച്ചിമിന്റെ വീടിന്റെ അടുത്ത് വരുമ്പോൾ ഈ വിളക്ക് കത്തിക്കുന്ന ആളിനെ പന്തവും തീയൊക്കെ കാണാം, വെറുതെ ആളിനെ കാണാൻ പറ്റും. കുറച്ചങ്ങോട്ട് വെക്കുക ഒരു നിഴല് പോലെ, കുറച്ചങ്ങോട്ട് ഒരു നിഴല് പോലെ ഇല്ലാത്ത. പക്ഷേ അവിടെ ശേഷിക്കുന്നതുകൊണ്ട് വെളിച്ചം, അയാള് ഉണ്ടാക്കിയ വെളിച്ചം അങ്ങനെ 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 അവിടെ നിൽക്കുകയാണ്. തലമുറയ്ക്ക് വേണ്ടി ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആദ്യം മുഖമുണ്ടാവും. പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പേരിലാണ് ഈ സ്ഥാപനം ഇവിടെ ഈ പ്ലേ ഏരിയ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ രാജനെ കണ്ടിട്ടുള്ള, ഞാൻ ഇവിടെ പലരും രാജനെ കണ്ടിട്ടുള്ളവരാണ്. അപ്പൊ ഇനി കുറെ നാൾ കഴിയുമ്പോൾ രാജനെ കണ്ടിട്ടില്ലാത്തവരും രാജ്യന്റെ മുഖം മറഞ്ഞു പോവുകയില്ല. പക്ഷേ ഈ ഇവിടെ തലമുറയ്ക്ക് വേണ്ടി കൊളുത്തിയ ഈ വെളിച്ചം, സ്പോർട്സ് ഏരിയ എന്ന വെളിച്ചം നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സംരംഭത്തിൽ ഈ കുടുംബത്തോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ഉദ്ഘാടനം നടത്തിയ ബഹുമാന്യായ സഭയുടെ സദാശോഷ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് കോട്ടയം മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാന്യായ സഭയുടെ മുഖ്യമാനായ ശ്രീകുമാർ ഈ സമ്മേളനത്തിന് സന്ദേശം നടത്തിച്ച പ്രൊഫസർ കെ രാജൻ മുൻപാകെ, അതോടൊപ്പം തന്നെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്ന സഭയുടെ ബഹുമാന്യായ സ്കൂളിന്റെ ലോക്കൽ മാനേജറിക്കുന്ന കെ ദേവദാസം, ബഹുമാന്യനായ കേരള സഭയുടെ സെക്രട്ടറി ശ്രീ രാമാനന്ദൻ, വേദിയിൽ സാധിച്ചിട്ടുള്ള ERDS UP സ്കൂളിലെ ബഹുമാന്യരായ അധ്യാപകരെ, മാസ്റ്റർ, പ്രിയമുള്ള ദേവസഭയുടെ സ്കൂൾ പരിസരത്ത് ശാഖകളിലെ ബഹുമാന്യരായ സെക്രട്ടറിമാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദേവസഭയിൽ നടത്തുന്ന ദേവസഭയുടെ വലയങ്ങളുള്ള ERDS UP സ്കൂൾ ഇത്തരമൊരു മാർക്ക് സ്കൂളിൻ്റെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിനോദം ഉപാധിയായി മാറുവാനും അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ വികാസത്തിനും ശാരീരികമായ ഉന്മേഷത്തിനൊക്കെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഒരു പാർക്ക് സഭയുടെ പ്രദേശങ്ങളിലുള്ള സഹോദരങ്ങൾ പ്രതികൾ കൊടുക്കാനും നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഓർക്കേണ്ട ഒരു കാര്യം, വെള്ളാമൂന്ന് എന്ന പ്രദേശം പ്രത്യക്ഷ ദൈവസഭയെ സംബന്ധിച്ചും ഇതിനെപ്പറ്റി പ്രവർത്തന കാലം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണ് ചേലപ്പുറം വെള്ളാമൂന്ന് പ്രദേശം. ആ പ്രദേശത്ത് ഹൃദയം സ്ഥാപിച്ച സ്കൂളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂള് ഒരെണ്ണം വെള്ളാമൂന്നിലാണ്. കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അതിനോടൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളെന്ന് പറയുന്നത് കുട്ടിയിൽ മാത്രം ഉണ്ടാകുന്നത്. അത്രയും വിപുലമായ ബോർഡിങ്ങോട് കൂടിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നിലവിൽ സ്ഥാപിച്ചത്. കാലക്രമത്തിൽ അവർ കഷ്ടപ്പെട്ടു. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ പ്രദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങളായ വലിയ പിതാവായ മോഹൻ പിതാവിൻ്റെയും
മക്കളും കൊച്ചുമക്കളുമായിട്ടുള്ള ആളുകൾ സഭ ഇത്തരം രീതിയിൽ സഹായിച്ചത് അവർക്ക് സഭയുടെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു അക്ഷര പരിശ്രമം നൽകിയ സ്കൂളിലെ ടീച്ചേഴ്സിന് എല്ലാവർക്കും പ്രത്യേക ആശംസകൾ നൽകിക്കൊണ്ട് എൻ്റെ വാർത്തകൾക്ക് സ്നേഹമാണ്. പ്രിയമുള്ള ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ PTA പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സന്തോഷ്, ഇന്ന് ഇവിടെ നടന്ന സ്കൂളിലെ വിവിധ ഉദ്ഘാടന പരിപാടികൾ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ആദരണീയനായ സഭയുടെ പ്രസിഡന്റ്, സഭയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറി, ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, മുറിഞ്ഞകലിൽ കുടുംബാംഗമായ പ്രൊഫസർ കെ രാജൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, ഹെഡ് മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ വിജയകുമാർ, പ്രിയമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, മുറിഞ്ഞകലിൽ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മുടെ സ്കൂളിന്, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അവരുടെ വിശ്രമ വേളകളിൽ വിനോദങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു പാർക്ക്, കിഡ്സ് പാർക്ക് ഇവിടെ തയ്യാറാക്കി തന്നതിൽ മുറിഞ്ഞകൽ ഭവനത്തോട് സഭ കടപ്പെട്ടിരിക്കുന്നു. അതിൽ വളരെയധികം സന്തോഷം. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. 2000 മുതൽ 2014 വരെ വെങ്ങളത്തൂന്നില് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. ഗുരുദേവൻ സ്ഥാപിച്ച റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. ഇടയ്ക്കത് നിന്നു പോവുകയും വീണ്ടും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. രണ്ടാമത് ആരംഭിച്ചപ്പോൾ അത് മുറിഞ്ഞകലിൽ ഭവനത്തിലായിരുന്നു അതിന്റെ ക്ലാസുകൾ നടന്നത്. ആ കാലയളവിൽ, അതായത് 2008 ഞാൻ 2 വർഷം അതിന്റെ പ്രിൻസിപ്പാളായിട്ട് അവിടെ സേവനം ചെയ്തു. ആ സമയത്ത് 1ാം ക്ലാസ് ആരംഭിച്ചിരുന്നു അവിടെ. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ ഭരണസമിതി രാമസാർ അടക്കമുള്ളവർ അതിലെ 1ാം ക്ലാസ് നിർത്തലാക്കി. അതിനോടുള്ള വിയോജിപ്പ് കൊണ്ട് ഞാൻ അന്നത്തെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കുകയും മാറി നിൽക്കുകയും ചെയ്തു. പറഞ്ഞത്, അന്നും അവിടെ സ്കൂൾ പ്രവർത്തിക്കുന്നതിന് സ്വന്തം വീട് വിട്ടു നൽകിയ ഒരു കുടുംബമാണ് മുറിഞ്ഞകലിൽ. തീർച്ചയായും തങ്ങളുടെ പൂർവികർ ഗുരുദേവന്റെ ശരീരകാലത്ത് എത്രത്തോളം ഗുരുദേവനോട് ചേർന്ന് നിന്നുള്ള ആ മഹത്വം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു കുടുംബാംഗങ്ങളാണ്. ഇന്നും അത് തുടർന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആ കുടുംബാംഗങ്ങളോട് എത്തിച്ചേരാൻ പല സാങ്കേതിക കാരണങ്ങളാൽ കഴിയാതെ ആണെങ്കിൽ പോലും സന്ദേശങ്ങൾ അയച്ച എല്ലാവരോടും ഈ സ്കൂളിന് വേണ്ടിയുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട റിട്ടയർഡ് അധ്യാപകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ നല്ല മുഹൂർത്തത്തിൽ എല്ലാവിധമായ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ സന്തോഷ് കേരളമറ്റം PTA പ്രസിഡന്റ് അവരുകൾ, പ്രത്യക്ഷ ദൈവസഭയുടെ ആദരണീയ പ്രസിഡന്റും പ്രത്യക്ഷ ദൈവസഭയുടെ അമരപര സ്കൂൾ മാനേജറുമായ ശ്രീ വൈ സദാശിവൻ സാർ അവരുകൾ, മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ കോട്ടി പുല്ലശ്ശേരി ബഹുമാനനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൃക്കൊടിത്താനം, മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തിയ ബഹുമാന്യരായ സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KD കുമാർ സാർ അവരുകൾ,
ഏറ്റവും ബഹുമാന്യനായ ശ്രീ അനീഷ് ടി കെ അവറുകൾ ഈ സമ്മേളനത്തിൽ മുർജേലി കുടുംബാംഗമായ പ്രൊഫസർ കെ രാജാൻ ഇവിടെ സന്ദേശം അർപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആദ്യമായി സ്വാഗതം ആശംസ എം കെ ജയകുമാർ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അവറുകൾ, തുടർന്ന് ആശംസകൾ അർപ്പിച്ച സഭയുടെ ബഹുമാനായ ജോയിന്റ് സെക്രട്ടറി ജ്ഞാനസുന്ദരമകൾ, ഇവിടെ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന വാർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജറായ നമ്മുടെ ബഹുമാനായ ശ്രീ കെ ദേവകുമാർ സാർ അവറുകൾ, ഈ പരിപാടിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ജവഹർലാൽ അവറുകൾ, അതുപോലെ തന്നെ ബംഗളൂരു മുർജേലി ഭവനത്തിൽ നിന്നും ഈ സന്ദർഭത്തിൽ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ കൂടപ്പുറപ്പുകളായ മുർജേലിൽ ഇവിടെ ഓമനപ്പച്ചൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ മൂന്നാം തലമുറക്കായ രാജമ്മ അവറുകൾ, ശാന്തമ്മ അവറുകൾ, അതുപോലെ തന്നെ സുമതി തങ്കപ്പൻ, നമ്മുടെ രായൻചാൻ്റെ സഹായി, എൻ്റെ സഹോദരന്, അതുപോലെ തന്നെ ഈ സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റു ശാഖകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഉപദേശകന്മാരെ, സെക്രട്ടറിമാരെ, തുടർന്ന് ഈ സ്കൂളിലെ ഈ വേദിയിൽ ഇരിക്കുന്ന അധ്യാപകരെ, അനധ്യാപകരെ, ഈ സ്കൂളിൻ്റെ ജീവനാടികളായ കുഞ്ഞുങ്ങളെ, ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ കൂടപ്പുറപ്പുകളെ എല്ലാവർക്കും പഞ്ചമഹാശക്തിയുടെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് നമ്മൾ ഈ സാക്ഷീകരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഇന്ന് ഈ അമരപുരത്ത് ഗുരുദേവനാൽ സ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ അടിമ വർഗങ്ങൾക്ക് ഈ ഭൂമിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ, അതായത് മഹാനായ അയ്യങ്കാളിയൊക്കെയും ഈ കേരളം മണ്ണിൽ അടിയാള വർഗങ്ങൾക്ക് വിദ്യാഭ്യാസ നടത്തുന്നതിന് വേണ്ടി മഹാനായ അയ്യങ്കാളിയുടെയൊക്കെയും നേതൃത്വത്തിൽ കേരളത്തിൽ സമരങ്ങളൊക്കെയും നടക്കുമ്പോൾ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകനും ഞങ്ങളുടെ ഈശ്വരനുമായ ദൈവനമ്പരാൻ കണ്ടത് അടിയാള വർഗങ്ങൾക്ക് സ്വന്തം ഭൂമിയിൽ വിദ്യാഭ്യാസം സ്ഥാപിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശമായിട്ടാണ് അദ്ദേഹം നമ്മുടെ ഈ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ 1912 ഈ അമരപുരം LP സ്കൂൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ ശരീരകാലത്ത് കുടിപ്പള്ളുകൾ ഉൾപ്പെടെ 8 പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ഉണ്ടായിരുന്ന കേരള മണ്ണിൽ ഇന്ന് 1ഉം 2ഉം വിദ്യാലയ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ അമരപുരം സ്കൂളിൽ ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ സഹായത്തോടു കൂടി ചെയ്തു കൊടുത്ത ഓഫീസ് ലാബ്, അതുപോലെ നവീകരിച്ച ലാബ്, ഈ 3 കാര്യങ്ങളുമായിട്ടാണ് നമ്മളിന്ന് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വെള്ളത്തൂന്നുകാരനായി ജനിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയാണ്. ഇത് പറയുവാൻ കാരണം ഗുരുദേവന്റെ ശരീരകാലത്ത് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് 1930 ഗുരുദേവനാൽ ആ സ്കൂൾ സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കൊല്ലം കളക്ടറായിരുന്ന കൊല്ലം വേഷക്കാർ ഉദ്ഘാടനത്തിന് നോട്ടീസ് അടിക്കുകയും അവിടുന്ന് പദയാത്രയായി അതുപോലെ തന്നെ സമ്മേളന നഗറിൽ ഞങ്ങൾ വെങ്ങളത്തൂന്നിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഗുരുദേവനോടൊത്ത് ആ സ്കൂൾ കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ കൊല്ലം വേഷക്കാരാണ് ആ നോട്ടീസിൽ പേര് കൊടുത്തത്.
പക്ഷേങ്കിൽ ആ താക്കോൽദാനം ചെയ്യാൻ കൊല്ലം പേഷ്കാർ ഒരുങ്ങുമ്പോൾ ഗുരുദേവൻ അടുത്ത് നിൽക്കുമ്പോൾ കൊല്ലം പേഷ്കാർ പറഞ്ഞത്, ഒരിക്കലും ഞാൻ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യനല്ല, അതുകൊണ്ട് പൊയ്കയിൽ യോഹന്നാൻ ഈ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വന്ന് അങ്ങനെ സ്നേഹിച്ച വെങ്ങളത്തിന്റെ മണ്ണിൽ ഗുരുദേവന്റെ അനേകായിരം ഭൃത്യന്മാരുണ്ടായിരുന്ന ആ മണ്ണിൽ പ്രധാനിയായിരുന്നു മുർജയിൽ ഓമൽ എന്ന് പറയുന്ന ഞങ്ങളുടെ മധ്യ പിതാവ്. ഓർക്കുമ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് 3-ാം തലമുറയിൽ നയിക്കുന്ന ആ കുഞ്ഞുങ്ങള് പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും കണക്ക് നോക്കാതെ രേഖകളില്ലാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പിന്തുണക്കാരാണ്. അതിന് പല സന്ദർഭങ്ങളിലും എനിക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രധാനമായും നമ്മുടെ ദേവകുമാർ സാർ ഓർമ്മപ്പെടുത്തിയ പോലെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ നിലച്ചു പോയതിനു ശേഷം രാമസാറിന്റെ കാലത്ത് അത് പുനരുദ്ധാരണം ചെയ്യുകയും അതിൽ നമ്മളെ ബഹുമാനിയായ രാജമ്മ അവരുടെ ഭവനം വിട്ടുകൊടുക്കുകയും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ സ്വന്തമായി സഭയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു കുടുംബത്തിലെ വ്യക്തിത്വങ്ങളാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് ഇതോടെ നൽകി. അതുകൂടാതെ ഇതൊന്നും ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊക്കെയും നമ്മളൊക്കെയും ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടില്ലേ? മുൻപേ പോവും കോപ് തന്നെ പിന്നേ ഗമിക്കും ബഹുവാക്കളല്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗുരുദേവന്റെ ശരീരകാലത്ത് ആ ബോർഡിംഗ് സ്കൂളിൽ 40 കുട്ടികൾ നിന്നിരുന്ന വെങ്ങളത്തൂന്നില് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് വെങ്ങളത്തൂന്നിലെ കുടുംബക്കാരായിരുന്നു. അതാണ് ആ തലമുറക്കാര് ദാനം ചെയ്യുന്നവരായിരുന്നു. അതിലൊരു പ്രധാനിയായിരുന്നു മുർജയിൽ കുടുംബം എന്ന് പറയുന്നത്. ആ പിതാവിന്റെ മകനായ എം.എൽ. ജനാർദ്ദനൻ, അദ്ദേഹത്തെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു SI റിട്ടയർഡ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് പല അനുഭവങ്ങളും ഉണ്ടായിട്ട് അമ്മച്ചിന്റെ ശരീരകാലത്ത് വെങ്ങളത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എം.എൽ. ജനാർദ്ദനൻ ഞങ്ങളുടെ മുർജയിലൊക്കെ. അച്ചായന് ആലപ്പുഴയിൽ ജോലി ചെയ്യുമ്പോൾ അച്ചായന്റെ കയ്യിൽ നിന്ന് ഒരു അച്ചായൻ ഞങ്ങളോട് പറഞ്ഞ അനുഭവമാണ്. ഇവരൊക്കെ ഈ മക്കളെയും കാര്യങ്ങൾക്ക് വരെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവർക്ക് സാക്ഷീകരിക്കാൻ കഴിയും. അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അച്ചായൻ പറഞ്ഞത് അച്ചായന്റെ കയ്യിൽ നിന്നും ഒരു പ്രതി നഷ്ടപ്പെട്ടു പോയപ്പോൾ അച്ചായന്റെ ജോലി പോകുന്ന സാഹചര്യം വന്നപ്പോൾ ഞാൻ നേരിട്ട് പോയത് നമ്മുടെ ദിവ്യമാതാവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, നീ പോകും, നിന്റെ കൂടെ അവനുണ്ടായിരുന്നു. ആ കയറിയ ബസ്സിൽ ആ കള്ളനെ കിട്ടുകയും ആ കള്ളനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോൾ തിരിച്ച് അമ്മച്ചിയുടെ അടുക്കൽ നമ്മുടെ മുർജയിൽ ജനാർദ്ദൻ അമ്മച്ചൻ ചെല്ലുമ്പോൾ അമ്മച്ചി പറഞ്ഞത്, നിനക്ക് കിട്ടിയില്ലാടാ അവനെ എന്ന് ചോദിച്ചു. അതാണ് ചെയ്യുന്നത്, നീ കൂറുള്ളവനായിരിക്കണം. ആ കാലം മുതൽ മുർജയിൽ അമ്മച്ചൻ സഭയ്ക്ക് വേണ്ടി ദാനം ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ പ്രധാനിയായിരുന്നു. ഒരു ഉദാഹരണം കൂടി നിങ്ങളെ സൂചിപ്പിക്കുവാൻ കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടുത്തെ തങ്കമ്മ ജനാർദ്ദനൻ എന്ന് പറയുന്ന നമ്മുടെ ജനാർദ്ദന്റെ സഹായി മുർജയിലെ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ അമ്മച്ചിയായ ഒരു ദാനകർമ്മിയായിരുന്നു. ഞാൻ സെക്രട്ടറിയായി നിൽക്കുന്ന കാലങ്ങൾ മുഴുവനും അമ്മച്ചിക്ക് പെൻഷൻ കിട്ടുന്നതിൽ ഒരു വീതം പ്രായമുള്ളവർക്കും ഉപദേഷ്ടാക്കന്മാർക്കും മാറ്റിവെക്കുന്ന പതിവ് മാതാപിതാക്കളുണ്ടായിരുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, മുൻപേ പോകും ഗോപു തന്നെ പിൻവേ ഗമിക്കും ബഹുമക്കളല്ല. അവരെ പഠിപ്പിച്ചതാണ്. അതാണ് വെങ്ങളത്തൂന്നിലെ 40 പരം കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ വെങ്ങളത്തൂന്നാൽ ഭക്ഷണം കൊടുത്ത് പാരമ്പര്യമുള്ളവരായിരുന്നു. പിന്നീട് ആ അമ്മച്ചിയും അവരുടെ ഭവനത്തിലായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പുനരുദ്ധാരണം നടന്നത്. അപ്പോൾ അമ്മച്ചി സ്കൂളുകളിൽ അമ്മച്ചി പഴയ പേനകള്, അവരുടെ മക്കൾ കൊടുക്കുന്ന മിഠായികള്, അതുപോലെ തന്നെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് സെക്രട്ടറി ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ദാനം ചെയ്യുന്ന ഒരു മാതാവിന്റെ മക്കളാണ് അവര്. രാജാനെ പറ്റി പറയുകയാണെങ്കിൽ രാജാൻ അവരുടെ ജനാർദ്ദനൻ തങ്കമ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആ അമ്മമാർക്കുണ്ടായ 9 സന്തതികൾ. ആ 9 സന്തതികൾ 5 പെൺമക്കളും 4 ആൺമക്കളും. ഞാൻ അതിൽ ഇവരുടെയൊക്കെയും ശരീര വേർപാടിൽ ഇതിനൊക്കെ ഒരുപാട് ബന്ധം പിടിക്കുവാൻ പ്രിയ മാതാവ് രാഷ്ട്രീയ അമേരിക്കയിൽ അസുഖമില്ലാതെ വന്നപ്പോൾ നാട്ടിൽ വിടുകയും അതുപോലെ ഇവരുടെ മക്കളായതില്ലാത്തവർ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അവസാനം ശരീരം മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതേ അതുപോലെ ഇളയമരിയൻ തമ്പി എന്ന് പറയുന്ന മകനും പ്രത്യക്ഷ ദൈവസഭയ്ക്ക് വേണ്ടി ദാനധർമ്മവൻ. ഇതിൽ തങ്കപ്പൻ MJ എന്ന് പറഞ്ഞ ആ ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ പറയുമ്പോൾ വെങ്ങളത്തൂരിന്റെ പല സന്ദർഭങ്ങൾ അപകടമായ അമ്മച്ചി 24 കേസ് നടത്തിയാണ് വെങ്ങളത്തൂർ. അതിൽ സംസ്കാരത്തിന്റെ ശവക്കോടെ കേസ് നടക്കുമ്പോൾ കുട്ടപ്പാലത്തെ ശാഖയിൽ പോയി
അവിടുത്തെ ശ്മശാനത്തിൽ പോയി രാത്രി 12 മണിക്ക് കമ്മീഷൻ വരുമ്പോൾ റീത്ത് കൊണ്ടുവരും. അതുപോലെ വരുമ്പോൾ ഞാനിപ്പോൾ 2015 ഞാൻ സെക്രട്ടറിയായി നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ഒരു രക്ഷാകരണ യോഗം നടത്തി. അന്ന് മൂർത്തി ബ്ലാക്കിലെ ഞങ്ങളുടെ ചന്ദ്രനമ്പത്തിലായിരുന്നു ഉപദേഷ്ടാവ്. അങ്ങനെ 40 പേര് രക്ഷിക്കപ്പെട്ട യോഗത്തില് യോഗം നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി 20,000 രൂപ കടം വന്നു. ഞാൻ തുടക്കക്കാരനാണ് സെക്രട്ടറി. പക്ഷേ രക്ഷാകരണ യോഗം നടക്കുമ്പോൾ 20,000 രൂപ വൈകുകാരന് കൊടുക്കണം. ഞാൻ മാത്രം 5 ഫോട്ടോയും ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ അമ്മച്ചിയുടെ തിരുനടയിൽ നിന്ന് വരഞ്ഞപ്പോൾ എനിക്ക് വഴി കണ്ടില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന മുറിഞ്ഞയിൽ ഭവനമായിരുന്നു. ഞാൻ അവിടെ ഓടി അവിടെ ചെന്നപ്പോൾ തങ്കപ്പനെന്ന കൂടെ പുറത്ത് സെക്രട്ടറി ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഓടി സ്വർണ്ണ പൈസ അവരുടെ വീട്ടിൽ നിന്ന് 20,000 രൂപ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ തന്നു കടം വേണ്ടി. അങ്ങനെ വേദനിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ആ കുടുംബങ്ങളായിരുന്നു. ഇത് സുമതി തങ്കപ്പൻ പറയുന്ന പ്രസ്ഥാനത്തിന് സഭയ്ക്കോ ചായക്കോ 1 രൂപ ഒരു ബാധ്യതയില്ലാത്ത കുടുംബങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഈ ജനാർദ്ദന ഒരനുഭവമുണ്ട്. അവർക്കൊരു പാറമട ഉണ്ടായിരുന്നു. ആ പാറമട വർഷങ്ങളായി കേസ് നടക്കുമ്പോൾ അതൊക്കെ അച്ചായപ്പൻ അനുഭവമാണ്. കേസ് നടന്നു 1-2 കേസുകൾക്ക് തോറ്റുപോയപ്പോൾ അമ്മച്ചി കിടക്കാൻ ചേർന്നു. അമ്മച്ചി എൻ്റെ കേസ് ജയിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇപ്പോഴാ വയ്ക്കുമോ കേസ് ജയിക്കുന്നു. ആ വർഷം പാറമടയുടെ കേസ് കടന്ന് കല്ല് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ നീ എന്ത് കൊടുക്കുമെന്ന് അമ്മച്ചി ചോദിച്ചാൽ മുറിഞ്ഞേരിൽ ML ജനാർദ്ദനോട് ചോദിച്ചു എന്ത് കൊടുക്കുന്നു. അമ്മച്ചി ഞാൻ തരുമെന്ന് പറഞ്ഞു. ഞാൻ തരുമെന്നാണ് പറഞ്ഞു. അപ്പച്ചനത് ഞാൻ കണ്ടതാണ്, ഞാൻ സാക്ഷിയാണ്. അപ്പച്ചന് കിടക്കുന്ന കട്ടിലിൽ അന്നത്തെ വരുമാനത്തിന്റെ പകുതി കൊണ്ട് കട്ടിലിന്റെ വിരി മാറ്റി ഭാര്യയുണ്ട്. നമ്മുടെ ശോഭനപ്പച്ചൻ ഉൾപ്പെടെ വന്ന് ഈ വിരി കൂട്ടിക്കെട്ടിയാണ് മുന്നിൽ മണ്ണിൽ സമ്പത്ത് കൊടുക്കുന്നത്. ആ പാരമ്പര്യമുള്ള തലമുറകൾ, ആ പാരമ്പര്യമുള്ള കുടുംബങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ ദൈവസൈന്യം ഇവിടെ ഉണ്ട്. അതാണ് ഗുരുദേവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെങ്ങളത്തൂന്നെന്ന് പറഞ്ഞു. ഞാനിവിടെ പണം കായ്ക്കുന്ന മരത്തെ നട്ടിട്ടുണ്ടെന്ന് ഗുരുദേവൻ ഞങ്ങൾക്ക് വേണ്ടി സാക്ഷീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായി ദൈവമേ എന്ന് വിളിച്ചത് കൊല്ലവർഷത്തെ 84-ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പാർക്കുകളൊക്കെയും അവരുടെ മാതാപിതാക്കൾ ദാനം ചെയ്തതിൻ്റെ ഒരു അംശം എനിക്ക് പല സമയം കഴിഞ്ഞ നമ്മുടെ മുറ്റം നവീകരണം ബന്ധപ്പെട്ട സഹോദരങ്ങളോട് ചോദിച്ചപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തു. അവർക്ക് കണക്ക് പ്രശ്നം കൊടുക്കുന്നുണ്ട്. വിഷയം ഇളയ മകളെ പറഞ്ഞ് വാട്സപ്പിൽ പറഞ്ഞില്ലേ, അവർക്ക് കണക്കില്ല. അവർ കൊടുക്കുന്നത് നമ്പരാണ്. അവരെ മക്കളെ വളർത്തുന്നത് അവർ ദൈവത്തെ സാക്ഷീകരിക്കണം. അപ്പോൾ അവർക്ക് ഏറ്റവും നന്മകൾ ചെയ്യാൻ നിങ്ങൾ രാജാനെ സംബന്ധിച്ചോളം രാജാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞങ്ങൾ വിളക്കൂതിൻ്റെ ഒരു നിർമ്മാണമായി ബന്ധപ്പെട്ട് മുണ്ടത്താനം വഴി പോകുമ്പോൾ യാദൃശ്യമായി രാജാനെ 3-4 വർഷം ഭരണത്തിൻ്റെയും 3-4 വർഷം പോയി രാജാനെ കാണുവാനിടയായി. രാജാൻ ചോദിച്ചു എന്താ ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ രാജാൻ എന്നോട് പറഞ്ഞത് ഞങ്ങളൽപ്പം സാമ്പത്തികത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ രാജാന്റെ സുഖമില്ലായിരിക്കുന്ന അവസരത്തിൽ രാജാനോട് ഞങ്ങൾക്ക് സാമ്പത്തികം ചോദിക്കാനുള്ള മനസ്സ് വന്നില്ല. പക്ഷെങ്കിൽ രാജാൻ എന്നോട് പറഞ്ഞത് സെക്രട്ടറി എന്തെങ്കിലും കാരണമാണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് പറഞ്ഞു ഇങ്ങനെ വെമ്പളത്വത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നടക്കും. രാജാൻ എന്നൊരു ആ ഇല്ലായ്മയിൽ നിന്നും സാമ്പത്തികം വരാനുണ്ട്. ആ ഇല്ലായ്മ ഒരു തുകയൊന്നും രാജാൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഈ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടത്തണം. രാജാന് അവൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അടുത്തായിട്ട് വീട് ശുദ്ധീകരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഉപദേശാവസരത്തിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ രാജാന് ഞങ്ങളെ സാമ്പത്തികം എടുക്കുക എന്നിട്ട് പറഞ്ഞു ഇത് മണ്ഡപത്തിൽ ഗുരുദേവന്റെ സന്നിധിയിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ഉപദേശാവിന്റെ കൈ നമ്മൾ തോർക്കണം. രാജാന് അസുഖമായിട്ട് നാട്ടിൽ പോകും. ഇത് അമേരിക്കൻ പൗരമായി നിലനിൽക്കുമ്പോൾ വിജയിച്ചു വന്നിട്ട് തിരിച്ചു പോകാൻ പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. പക്ഷേ രാജാൻ ഉപദേശാവിനെ അല്പം പണം കൊടുത്ത് വിശുദ്ധ മണ്ഡപത്തിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് സാക്ഷിക്കാൻ. പക്ഷേ ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ പല തടസ്സങ്ങളും വന്നപ്പോൾ ഞാൻ ഒരാഴ്ച ഹൃദയമിഷ്ടം തന്നു. ആ സാമ്പത്തിക വിശുദ്ധ മണ്ഡപത്തിൽ കൊണ്ട് അർപ്പിച്ചു. ഞാൻ വീട്ടിൽ പറയുന്നത് രാജാൻ ജീവനും ശരീരമായി വേർപെട്ടു എന്നാണ്. അതാണ് ദൈവിക ബന്ധമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മുഴുവൻകാരി അതുപോലെ തന്നെ ഇതിനു വേണ്ടി പറഞ്ഞു നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ അതുപോലെ അധ്യാപകർ അവർക്കെല്ലാം വെങ്ങളത്തൂന്നിൻ്റെ മുറിഞ്ഞേരി കുടുംബത്തിൻ്റെ കൂടെപ്പിറപ്പുകളുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനം. സമ്മാനം തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സാറിന് ആ പ്രസംഗത്തിന്റെ ഉടനീളം നിങ്ങൾ എല്ലാവരും അച്ചടക്കത്തോടു കൂടി ഇരുന്നുകൊണ്ട് എല്ലാവർക്കും സമ്മാനം തരാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്കുള്ള സ്വീറ്റ്സ് ലഭിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ രാജസ്ഥാന്റെ വകയായിട്ട്
അതുപോലെ മറ്റൊരു സന്തോഷം കൂടെ, നമ്മുടെ ഈ പാർക്കിന് പേരിട്ടത് നമ്മുടെ 2 കുട്ടികളാണ്. നമ്മുടെ അനാമിക പി അരുണും പ്രിനീഷും ചേർന്നാണ് പാർക്കിന് പേരിട്ടത്. അവർക്കൊരു സമ്മാനം നമ്മുടെ സഭയുടെ ആദരണീയനായ പ്രസിഡന്റ്, സ്കൂളിന്റെ മാനേജറുമായ സദാശിവൻ സാറ് നൽകുകയാണ്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രതീക്ഷ, അനാമിക പി അരുൺ. യോഗത്തിന്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യാതിഥികളെ, ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹമാണ്. ഇന്ന് വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട മറ്റൊരു ദിവസം പൂർത്തിയാവുകയാണ്. വിദ്യാലയ ആഹ്ലാദത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എല്ലാ കുട്ടികളെയും പ്രവേശിക്കുന്ന ദിവസമാണ്. വൈകൽ ശ്രീകുമാര ഗുരുദേവന്റെ സത്യത്തെ പിന്തുടർന്ന് അവർ നൽകിയ കരുതലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഗുരുദേവ ശിഷ്യന്മാരുടെയും ഗുരുദേവ സമ്പാദ്യങ്ങളുടെയും കരുതലിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ വിദ്യാലയം, അതിന്റെ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും അധ്യാപകർ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഭാഗത്തുള്ള സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ ഈ വൈകിയ വേളയിൽ ദീർഘിപ്പിക്കുന്നില്ല. ഗുരുദേവന്റെ സ്നേഹം ഇവിടെ കഴിഞ്ഞ ദിവസം മുൻപ് PTA അധ്യക്ഷൻ, യോഗത്തിന്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ദൈവഭാഗത്താണ് അപേക്ഷ സമർപ്പിച്ചതെന്ന് തോന്നുന്ന വിധത്തിൽ അത്തരം കാര്യങ്ങളൊക്കെയും അനുവദിക്കുവാനും ഗുരുദേവൻ മനസ്സായി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിച്ച ശ്രീ PTA പുതിയ പ്രസിഡന്റ്, കഴിഞ്ഞ ആഴ്ചയാണ് PTA പ്രസിഡന്റായിട്ട് അദ്ദേഹം സ്ഥാനമേറ്റത്. മുൻകാലത്തൊക്കെ PTA കമ്മിറ്റി അംഗമായി നിന്ന് പ്രവർത്തിച്ച ശ്രീ സന്തോഷ് കൈതമറ്റ അവർക്ക് ഈ യോഗത്തിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ യോഗം ഉദ്ഘാടനം ചെയ്ത സഭയുടെ ആദരണീയനായ പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ ശ്രീ വൈ സദാശിവൻ സാർ അവർക്ക് ഈ യോഗത്തിന്റെ നാമത്തിൽ ഈ എല്ലാ ഞങ്ങളുടെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് മുഖ്യാതിഥിയായി ഈ പ്രദേശത്തെ ഏറ്റവും പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മോട്ടി മുല്ലശ്ശേരി അവർകളാണ്. അദ്ദേഹം ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേരുകയും യോഗത്തിൽ സംബന്ധിക്കുകയും നമ്മളോട് നല്ല വാക്കുകൾ പറയുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നൽകിയ ശ്രീ KD സീത്കുമാർ, അനീഷ് TK ജനറൽ സെക്രട്ടറിമാർ, സ്കൂളിന്റെ ഏതൊരു കാര്യത്തെയും വികസനോന്മുഖമായ മനസ്സോടുകൂടി കാണുകയും അനുവദിക്കുകയും അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്യുന്ന ജനറൽ സെക്രട്ടറിമാർ ശ്രീ KD സീത്കുമാർ സാറിനും ശ്രീ അനീഷ് TK അവർക്കും യോഗത്തിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ സന്ദേശം നൽകിയ പ്രൊഫസർ K രാജൻ, മുറിഞ്ഞകി കുടുംബാംഗങ്ങളെ ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ എല്ലാ സമയത്തും എഴുതി ചേർക്കുകയും സ്കൂളിന്റെ ഭാഗമായി മാറുകയും ചെയ്ത മറ്റൊരു സ്കൂളിന്റെ ആത്മബന്ധം കൂട്ടിയുറപ്പിക്കാൻ നമുക്ക് കാണിച്ച മനസ്സിനെ ഈ മുറിഞ്ഞകളിലെ ഉഷ ചേച്ചി, ശാന്തമ ചേച്ചി, രാജമ ചേച്ചി, സുമതി തങ്കപ്പൻ, സജീവ് T രാജൻ, ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സജീവയ്യ, പ്രൊഫസർ K രാജൻ, ഡാൻസ് സാറിന്റെ ഭാര്യ ജോയിസ്, എല്ലാവർക്കും ഞങ്ങളുടെ സ്കൂളിന്റെ നാമത്തിലുള്ള കടപ്പാടും നന്ദിയും വളരെ ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ യോഗത്തിന് അർപ്പിച്ച സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ K ജ്ഞാനസുന്ദരൻ സാറും ജനറൽ സെക്രട്ടറിമാരോടൊപ്പം സ്കൂളിന്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കുന്ന സപ്പോർട്ട് തരുന്ന ആളാണ് സുന്ദരൻ സാറിന് ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ശ്രീമതി സോമലത ബിനു, ശ്രീമതി താഴാമ്പ് അനിൽകുമാർ, സദാസമയം നമ്മുടെ വിദ്യാലയത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനപ്രതിനിധികൾക്ക് സമ്മേളനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ലോക്കൽ മാനേജർ ശ്രീ K ദേവകുമാർ സാറ് സദാസമയം നമ്മുടെ സ്കൂളിന് വേണ്ടി നിലകൊള്ളുന്ന സാറിന് ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ PRS വെങ്ങളത്തുന്ന ശാഖയുടെ സഹായ സെക്രട്ടറി നമ്മുടെ ശ്രീ രാമാനന്ദ്, അദ്ദേഹം ഇവിടെ വരികയും നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്ത ശ്രീ രാമാനന്ദന് ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ പ്രമുഖ ശ്രേഷ്ഠൻ ശ്രീ ഭാസ്കരൻ നമ്മുടെ ഈ സമ്മേളനത്തിൽ വരികയും ഈ ചടങ്ങ് അനുഗ്രഹപ്രദമാക്കുകയും ചെയ്യുന്നതിന് ഇവിടെ സന്നിഹിതനായിരുന്നു. അച്ഛന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു.
അതുപോലെ തന്നെ അമര ദിവ്യമാതാ ശാഖയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ അമരപുരം ശാഖയുടെ ജോയിന്റ് സെക്രട്ടറി, അതിന്റെ ഭാരവാഹികൾ, PTA പ്രസിഡന്റ്, അതിന്റെ വൈസ് പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, ഷായിച്ചാന് എല്ലാവരും ഇടുന്നുണ്ട്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും സഹായിച്ച അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും, അതോടൊപ്പം തന്നെ വായനാക്കളരിക്ക് വേണ്ടി വായനാക്കളരി 10,800 രൂപയുടെ ഒരു ഫീസാണ് നമുക്ക് ഒരു വർഷത്തേക്ക് പത്രം ലഭ്യമാക്കുന്നതിന് മലയാള മനോരമയ്ക്ക് നമുക്ക് നൽകേണ്ടത്. എല്ലാ ക്ലാസ്സിലും ഒരു പത്രവായന പുതിയ സർക്കാരിന്റെയും കൂടെ കാഴ്ചപ്പാടിൽ സിലബസിൽ അത് ഉൾപ്പെടാൻ പോകുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ 6-7 വർഷമായി നമ്മളത് തുടർന്നു പോരുന്നു. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് തുടർന്നു പോകാൻ സാധിച്ചില്ല. എങ്കിലും ഈ വർഷം നമുക്ക് PRDSന്റെ കാപ്പിപ്പതാൽ ശാഖയുടെ സെക്രട്ടറി ശ്രീ എട്ടാനിക്കൽ വിജയകുമാർ, അദ്ദേഹത്തിന്റെ സഹോദരൻ എട്ടാനിക്കൽ തന്നെ വിജയകുമാർ സദേൺ റെയിൽവേയുടെ ഉദ്യോഗസ്ഥനാണ്. വിജയകുമാർ AK സെക്രട്ടറി, KSEBയുടെ സൂപ്പർവൈസറാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ തുക സ്കൂളിന് സംഭാവന തരികയും അത് ബഹുമാനപ്പെട്ട മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളോട് ചേർന്നിട്ടുണ്ട്. ഇന്നത് പത്രം കൈമാറി ഉദ്ഘാടനം ചെയ്യും. അവർക്ക് ഇവിടെ സന്നിഹിതരാകാൻ സാധിച്ചില്ല എങ്കിലും അവരുടെ അസാന്നിധ്യത്തിലും നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. അവർ എല്ലാവിധ അനുഗ്രഹങ്ങളും അനുവാദവുമുണ്ട്. ഈ വിജയകുമാർ AKയ്ക്കും വിജയകുമാർ എട്ടാനിക്കലെ ഈ സഹോദരങ്ങൾക്ക് സഭയുടെയും സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ നല്ല ചിത്രങ്ങൾ വരച്ചു നൽകിയ രാജു കോർണമേച്ചാനാണ്. അദ്ദേഹത്തെയും ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇതിനെല്ലാം സാങ്കേതിക സഹായം ചെയ്ത തമ്പി മുറുക്കി അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ഈ സമയത്ത് സ്മരിക്കുന്നു. ഇതിനുവേണ്ടി സഹായിച്ച, അനുഗ്രഹിച്ച, പിന്തുണ നൽകിയ എല്ലാ നാട്ടുകാരെയും, നല്ല സഹൃദരായ മാന്യ വ്യക്തികളെയും, അധ്യാപകരെയും, രക്ഷകർത്താക്കളെയും, പൂർവ്വ വിദ്യാർത്ഥികളെയും, പല പൂർവ്വ വിദ്യാർത്ഥികൾക്കും അസുഖമുണ്ട്, ഞങ്ങളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാർക്ക് വന്നില്ല എന്നുള്ളത് പലരും പരാതികളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കുട്ടികൾക്ക് അതിനുള്ള അസുലഭമായ അവസരം ഒരുക്കി തന്ന അതിനെ സഹായിച്ച മുന്നേറി കുടുംബത്തിനെ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതിനെ സഹായിച്ച മുഴുവൻ പേർക്കും